السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات فبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, സ്നേഹസമ്പന്നരായ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ലോകരക്ഷിതാവായ അല്ലാഹുവിൻ്റെ മഹത്തായ നിഅ്മത്ത് കൊണ്ട് ഈ സമയത്ത് ഇവിടെ ഒത്തൊരുമിക്കാനും അല്ലാഹുവിൻ്റെ ദീൻ പറയാനും കേൾക്കാനുമുള്ള തൗഫീഖ് നമുക്ക് അനുകൂലമായി ലഭിച്ചിരിക്കുകയാണ്. ഈ സമയവും സന്ദർഭവും നമുക്ക് അനുകൂലമാക്കി തന്ന അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. മഹത്തായ ഈ പരിപാടി മുന്നോട്ട് വെക്കുന്ന ഉന്നതമായ മുദ്രാവാക്യം മന്ത്രവാദം, മതവിരുദ്ധം, മാനവവിരുദ്ധം എന്നതാണ്. ഇത്തരമൊരു മുദ്രാവാക്യം ഉയർത്തി ഈ വെട്ടിച്ചിറയിൽ മാത്രമല്ല, കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലായി ഇന്നിന്റെ ഈ സാഹചര്യത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കേണ്ടി വന്ന സാഹചര്യത്തെ സംബന്ധിച്ച് കേരളത്തിൽ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന പൊതുജനം ബോധമുള്ളവരാണ്. ഈ അടുത്ത കാലഘട്ടങ്ങളിലായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന മന്ത്രവാദികളുടെ അഴിഞ്ഞാട്ടം, അതിനെതിരെയുള്ള ഒരു ബോധവൽക്കരണവും പ്രതിഷേധവുമാണ് ഇത്തരം പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അല്ലാഹുവിന്റെ ദീൻ മുന്നോട്ട് വെക്കുന്ന ഉന്നതമായ കാഴ്ചപ്പാടുകളിൽ നിന്ന് അകന്നുപോയി
ചൂഷണത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ചില ചിന്താഗതികൾ സമൂഹത്തിലേക്ക് കടത്തിവിട്ടുകൊണ്ട് ശാരീരികമായും സാമ്പത്തികമായും സാധാരണക്കാരായ ആളുകളെയും ഉത്ബുദ്ധര് എന്ന് ഒരു വേള പറയപ്പെടുന്ന ആളുകളെ പോലും ചൂഷണം ചെയ്യുന്ന ചൂഷകന്മാർ സമൂഹത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഒരു വിദ്യാഭ്യാസവും വിവരവുമില്ലാതെ ഏതൊരാൾക്കും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അറിവില്ലാത്ത, വിവരമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ പോലും സിദ്ധൻ ചമഞ്ഞ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ജ്യോതിഷം എന്നുള്ളത് ഹൈന്ദവ സമൂഹത്തിൽ വ്യാപകമായി പ്രചാരം കിട്ടിയ ഒരു ചിന്താഗതിയാണ്. ആ ജ്യോതിഷം അമുസ്ലിങ്ങൾക്കിടയിൽ വ്യാപകമാകുമ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ അതിന് പ്രചാരം കിട്ടുവാൻ വേണ്ടി അതിന്റെ മുന്നിൽ അറബിക് ജ്യോതിഷം എന്നാക്കി മുസ്ലിങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവന്നു. ജ്യോതിഷം അല്ലെങ്കിൽ ജ്യോത്സ്യൻ എന്ന് പറഞ്ഞാൽ അപമാനമായി കാണുന്ന ആളുകൾ പോലും അറബിക് ജ്യോതിഷം എന്ന് പറഞ്ഞാൽ അത് തരക്കേടില്ല, അത് നമ്മുടേതാണ്, അറബിയല്ലേ എന്ന് പറഞ്ഞതിന്റെ പിന്നാലെ പോകുന്ന സാഹചര്യം. ഇപ്പൊ അറബിക് ജ്യോതിഷവും കഴിഞ്ഞു, സലഫി ജ്യോതിഷം. അതെന്തിനാണ്? ഇത്തരം വിശ്വാസരാഹിത്യങ്ങളിലേക്ക് ഒരിക്കലും നടന്നു പോകാത്തവരാണ് സലഫികൾ എന്നുള്ളത് കൊണ്ട് അവരെ സ്വാധീനിക്കുവാൻ കഴിയുന്ന തരത്തിൽ സലഫി ജ്യോതിഷമാണ് ഇത്, പഴയ മുസ്ലിയാർ ജ്യോതിഷമല്ല എന്ന് വാദിച്ചുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വരുന്നു. സത്യത്തിൽ അറബിക് ജ്യോതിഷമാണെങ്കിലും സലഫി ജ്യോതിഷമാണെങ്കിലും ഹൈന്ദവ ജ്യോതിഷമാണെങ്കിലും ശാസ്ത്രവിരുദ്ധമാണ്, ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. ഇത് മനസ്സിലാക്കാതെ ഓരോ സമൂഹത്തിലെ വ്യക്തികളെയും ചൂഷണം ചെയ്യുവാനും അവരുടെ പോരായ്മകളെ, അവരുടെ ഇല്ലായ്മകളെ, അവരുടെ നിവർത്തികേടുകളെ പോക്കറ്റടിക്കുവാനും കടന്നു വരുന്ന ജ്യോതിഷികൾ ഈ സമൂഹത്തിന്റെ അടക്കം മുസ്ലിം ഉമ്മത്തിന്റേതടക്കമുള്ള സമ്പത്തും അവരുടെ ജീവനും കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന വളരെയധികം വേദനാജനകമായ കാഴ്ചകളാണ് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ത്രീയുടെ മാനത്തിന് വിലയിടുകയും വില പറയുകയും ചെയ്ത ജ്യോത്സ്യൻ ഈ നാട്ടിനടുത്താണ് പ്രവർത്തിക്കുന്നത്. സ്വന്തം ഭർത്താവ് പോലും നിന്റെ മാനം ജ്യോത്സ്യന് മുന്നിൽ അല്ലെങ്കിൽ ഈ തങ്ങൾക്ക് മുന്നിൽ അടിയറവ് വെക്കണം, സിദ്ധന് മുന്നിൽ അടിയറവ് വെക്കണം, ഉപ്പാക്ക് മുന്നിൽ അടിയറവ് വെക്കണം, ബാപ്പിച്ചിക്ക് മുന്നിൽ അടിയറവ് വെക്കണം. ബാപ്പിച്ചി ഇതൊക്കെ പറഞ്ഞാല് അസ്ലിയല്ല, നേരെ മറിച്ച് ഈ കുഞ്ഞിയൊക്കെ സ്വീകരിക്കുന്നത് പോലെ സ്വീകരിക്കുന്നതാണ്. അദ്ദേഹത്തിന് അടിയറവ് വെക്കണമെന്ന് സ്വന്തം ഭാര്യയോട് പോലും പറയുന്ന ഭർത്താക്കന്മാർ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മാത്രമല്ല, സ്വന്തം പിതാവ് കൊണ്ടുപോയി മന്ത്രവാദിയുടെ മുന്നിൽ സ്വന്തം മകളെ പാതിരാത്രി 12 മണിക്ക് റുഖിയ നടത്തുവാൻ വേണ്ടി വിട്ടുകൊടുക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. സാക്ഷര കേരളം, സുന്ദര കേരളം എന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോഴും അന്ധവിശ്വാസത്തിന്റെ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്ത് അത് കഴിച്ചു ജീവിക്കുന്ന ഒരു തലമുറയിലാണ് നമുക്ക് ദഅവത്ത് നടത്തേണ്ടി വരുന്നത്. ഇന്നത്തെ മനോരമ പത്രം പോലും അതിന്റെ എഡിറ്റോറിയൽ എഴുതിയത് മന്ത്രവാദികൾക്കെതിരെയാണ്. നാം അത് വായിച്ചു കണ്ടു. കാരണം ഈ അടുത്ത കാലഘട്ടത്തിലായി സമൂഹത്തിൽ വ്യാപകമായി നടന്നു വരുന്ന മന്ത്രവാദ പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമെന്ത് എന്ന തിരിച്ചറിവ് ഇല്ലാതെ പോകുന്നു. അല്ലാഹു നമുക്ക് തന്ന ജീവിതം എന്തിനാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു. ഈ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് ഖുർആൻ പറഞ്ഞു തരുന്നത് പഠിക്കാതെ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
ഭൗതിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ നേരിടേണ്ടി വരുന്ന നിരവധി അനവധി പരീക്ഷണങ്ങൾ, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഉണ്ട്. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ബലനബുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. നിങ്ങൾക്ക് വിശപ്പ് തന്നുകൊണ്ട്, ദാരിദ്ര്യം തന്നുകൊണ്ട്, കായികരികളിൽ കുറവ് വരുത്തിക്കൊണ്ട്, സാമ്പത്തിക മാന്ദ്യം നൽകിക്കൊണ്ട്, വിളവുകളിൽ കുറവ് വരുത്തിക്കൊണ്ട്, അങ്ങനെ കഷ്ടനഷ്ടങ്ങൾ നൽകിക്കൊണ്ട് നിരവധി അനവധി പരീക്ഷണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നേരിടേണ്ടി വരിക തന്നെ ചെയ്യും നിങ്ങൾ ഭൗതിക ലോകത്ത്. ആ കഷ്ടനഷ്ടങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ ആ ജീവിത പരീക്ഷണങ്ങളിൽ ക്ഷമയവലംബിക്കുന്നവരാരോ അവർക്ക് സ്വർഗമുണ്ട് എന്ന് നബിയെ താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക. സ്വർഗമുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുക. ആർക്കാണ് സ്വർഗമുള്ളത്? അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവരുടെ ജീവിതത്തിൽ ഏതു തരത്തിലുള്ള മുസീബത്തുകൾ ബാധിച്ചാലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നാം അല്ലാഹുവിൽ നിന്നുള്ളതാണ്, അവനിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ് എന്ന ഉറച്ച വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, അവർക്കാണ് സ്വർഗമുള്ളത്. ഈ ഒരു ഈമാനിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത ആളുകൾ ഹറാമുകളിലേക്ക് നടന്നു പോകും. ഈ ഒരു ഈമാനിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തവരെ സംബന്ധിച്ചിടത്തോളം സിദ്ധാലയങ്ങളിലേക്ക്, ജ്യോത്സ്യന്മാരുടെ ആലയങ്ങളിലേക്ക്, അതുപോലെ തന്നെ മന്ത്രവാദികളുടെ അരമനകളിലേക്ക് അവൻ നടന്നു പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത്തരമൊരു വിശ്വാസ ജീർണതയെ ചൂഷണം ചെയ്യുവാനുള്ള ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ നടക്കുന്നു എന്ന് വരുമ്പോഴാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം വേദന വരുന്നത്. ഈ അടുത്ത കാലഘട്ടത്തിൽ അത്തരം ചൂഷണ ചിന്തകളുമായി കടന്നു വന്ന ആളുകൾ, അവരാണ് സമൂഹത്തിൽ വളരെ ശക്തമായ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗപ്രവേശം ചെയ്തത്. പക്ഷെ ഇപ്പോൾ കരുളായി എന്ന് പറയുന്ന പ്രദേശത്ത് ദാരുണമായ ഒരു പ്രശ്നം നിങ്ങൾ നേരത്തെ കേട്ടതാണ്. ഒരു മരണം സംഭവിച്ചു. ഫിറോസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരൻ സിറോസിസ് ബാധിച്ച രോഗാതുരനായി അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞപ്പോ മഞ്ചേരിയിലെ ഒരു മന്ത്രവാദി, ആ മന്ത്രവാദിയുടെ അടുക്കലേക്ക് ഫിറോസിനെ കുടുംബക്കാർ കൊണ്ടുപോവുകയും, ഇപ്പൊ കുടുംബക്കാർ എന്ന് പറഞ്ഞാൽ കേസെടുക്കുമെന്നാണ് ചില ആളുകൾ ഭീഷണിപ്പെടുത്തുന്നത്. കുടുംബക്കാർ എന്ന് പറഞ്ഞാൽ കേസെടുക്കുമെന്നാണ് ഭീഷണി. ഹനീഫ് കായക്കൊടിക്കെതിരെ, സുനിലിനെതിരെ കേസ് കൊടുത്തു എന്നാണ്. ഇനി ആരെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ അവർക്കെതിരെ കേസ് കൊടുക്കുമെന്നാണ്. 1000 കേസ് നിങ്ങൾ കൊടുത്താലും, നിങ്ങൾ കേസ് കൊടുത്തതിന്റെ പേരിൽ കേരളത്തിന്റെ കോടതികൾ മുഴുവനും കേറി നിൽക്കേണ്ടി വന്നാലും, ആ കേരളത്തിന്റെ മുഴുവൻ കോടതികളും കഴിഞ്ഞ അവസാനം സുപ്രീം കോടതിയുടെ കോർട്ടിൽ പോയി നിൽക്കേണ്ടി വന്നാലും, ഫിറോസ് എന്ന് പറയുന്ന പാവപ്പെട്ടവനായ സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ ഹനിച്ച മന്ത്രവാദികൾക്കെതിരെ ഞങ്ങളുടെ ശബ്ദം ഞങ്ങൾ നിർത്തിവെക്കുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ അവൻ വിഡ്ഢിയുടെ സ്വർഗത്തിലെ രാജകുമാരനാണ് എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. കേസ് കൊടുക്കുമത്രേ. ഈ മന്ത്രവാദികൾക്കെതിരെ സംസാരിച്ചാൽ ഞങ്ങളെ കോടതി കയറ്റുമത്രേ. അങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ വാലും ചുരുട്ടി പോകുന്നവരായിരുന്നു മുജാഹിദുകളെങ്കിൽ, നിങ്ങൾക്കറിയുമോ കേരളത്തിന്റെ മണ്ണിൽ മുത്തന്നൂർ എന്ന് പറയുന്ന പ്രദേശത്ത് നടന്ന ഒരു ജനാസയുമായി ബന്ധപ്പെട്ട കേസ് പറയുവാൻ വേണ്ടി മാസങ്ങളോളം കോടതി വരാന്തകളിൽ പോയി വക്കീലുമാരോടൊപ്പം നിന്നുകൊണ്ട്, ജഡ്ജിമാരോട് സംവദിച്ചുകൊണ്ട് ഈ നാട്ടിൽ മുസ്ലിമായി പിറന്നവർ മുഴുവനും ഖബർസ്ഥാൻ അനുവദിക്കണമെന്ന നമ്മുടെ നാട്ടിലെ മഹല്ല് വ്യവസ്ഥകളുടെ തിട്ടൂരത്തിനെതിരെ സംസാരിച്ച് ഈ കേരളത്തിന്റെ മണ്ണിൽ മുസ്ലിമായി ജനിച്ച മുഴുവൻ മനുഷ്യരും പൊതു ഖബർസ്ഥാൻ അനുവദിച്ചു കൊടുക്കണമെന്ന കോടതി വിധി സമ്പാദിച്ച പാരമ്പര്യമുള്ളവരാണ് ഇവിടുത്തെ മുജാഹിദുകൾ. കോടതി കാണാത്തവരൊന്നുമല്ല. നിങ്ങൾ കോടതി പറഞ്ഞ് പേടിപ്പിക്കണ്ട. കോടതിയിൽ പോയി ഞങ്ങൾക്ക് പറയാൻ ചിലതുണ്ട്. നിങ്ങൾ കേസ് കൊടുത്തു നോക്ക്.
വിവരം വീട്ടിലറിയും. ആചാര്യ ഭീഷണിയൊന്നും വേണ്ട. എന്നിട്ട് ചില ആളുകൾ എതിർത്ത് പോസ്റ്റ് ചെയ്യുകയാണ്, കോക്കസുകാർ കോടതിയിൽ പോകാൻ പോകുന്നു. കോക്കസുകാരൊക്കെ ഇനി അറസ്റ്റിലാകും. കോക്കസ് എന്ന് പറഞ്ഞാൽ KNMകാര് അറസ്റ്റിലാകാൻ പോവാണ്. കരെന്താ? ഫിറോസിന്റെ മരണത്തിൽ മന്ത്രവാദികളുടെ ഇടപെടലിനെതിരെ സംസാരിച്ചു എന്നതിന്റെ പേരിൽ കരൾ രോഗം മൂർധന്യാവസ്ഥയിലായ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുപോയിട്ട് മഞ്ചേരിയിലെ ഈ കൂടോത്ര കേന്ദ്രത്തിൽ ഈ ജ്യോത്സ്യന്മാരുടെ മുന്നിൽ, ഈ മന്ത്രവാദികളുടെ മുന്നിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് 1 മാസത്തോളം മരുന്ന് പോലും നിഷേധിച്ച്, കുഫറിന്റെ നാടാണ് ഇന്ത്യ രാജ്യം, അതുകൊണ്ട് ഈ രാജ്യത്തിലെ മരുന്ന് നമുക്ക് വേണ്ട എന്ന വ്യാജ സലഫിസം, കള്ള സലഫിസം, അത് സലഫിസല്ല, സലഫിസത്തെ പൊളിക്കുവാൻ ചാരം വാങ്ങി കടന്നു വന്ന വ്യാജന്മാരാണവർ. കാരണം ഇന്ത്യ രാജ്യത്തെ സലഫികൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണിയെടുത്തവരാണ്, ഈ രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടി പണിയെടുത്തവരാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ, വക്കം മൗലവിയെ പോലെ ധീരദേശാഭിമാനികളുടെ പിന്തുണക്കാരായി കേരളത്തിൽ ജീവിക്കുന്നവരാണ് സലഫികൾ. അല്ലാതെ കേരളത്തിൽ ഇവിടുത്തെ നോട്ട് കൊള്ളാം, പണം കൊള്ളാം, ഇവിടുത്തെ ഭക്ഷണം കൊള്ളാം, അതൊക്കെ ഇവിടുന്ന് പറ്റും. ഇവിടുത്തെ മരുന്ന് കഴിക്കേണ്ട, കാരണം ഇത് കുഫറിന്റെ നാടാണ്. പണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരെങ്ങനെ പറഞ്ഞിരുന്നു, ഇവിടുത്തെ വിദ്യാഭ്യാസം വേണ്ട, ഇത് കലാലയമല്ല കൊലാലയമാണ്, ഇത് കുഫറിന്റെ നാടാണ്, ഇവിടുത്തെ വിദ്യാഭ്യാസം ശരിയല്ല എന്ന് പണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരെ പറഞ്ഞപ്പോ അവർക്ക് മറുപടി പറഞ്ഞു, ജനാധിപത്യത്തിന്റെ ഉത്തുംഗതയിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുവന്ന പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. ഇത് ദാറുൽ കുഫ്റാണ് എന്ന് പറഞ്ഞവരോട് പോരാടി അവർക്കിത് ദാറുൽ കുഫ്റല്ല, ദാറുൽ അഹ്ദാണ്, ഉടമ്പടി രാജ്യമാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന്റെ പേര് പറയാൻ ഈ മന്ത്രവാദികൾക്ക് അവകാശമില്ല. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് എപ്പോഴും ചെലവഴിക്കണം. എങ്ങനെയാണ്? മേഡ് ഇൻ കുന്നംകുളാണ്, പക്ഷേ അതെടുത്ത് നോക്കിയാൽ കാണാൻ ജപ്പാൻ. കാരണം ജപ്പാൻ എന്ന് എഴുതിയാലേ അത് വിറ്റുപോകൂ. അതുകൊണ്ട് തന്നെ ഇവിടെ സലഫി സ്റ്റിക്കർ ഒട്ടിച്ചു കഴിഞ്ഞാൽ അത് ഒറിജിനലാകുമെന്ന് തെറ്റിദ്ധരിച്ചു പോയവരുണ്ട് എങ്കിൽ ഇവിടെ സലഫികളില്ലാതെ പോകണം, മനസ്സിലാക്കണം. അപ്പൊ സലഫിയത്തിന്റെ പേരൊട്ടിച്ച്, ലേബലൊട്ടിച്ച് മന്ത്രവാദികളായ ആളുകൾ, ഫിറോസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന് സിറോസിസ് ബാധിച്ച് അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തിയ വേളയിൽ മഞ്ചേരിയിൽ കൊണ്ടുപോയി ആ ചെറുപ്പക്കാരന് മരുന്ന് പോലും നിഷേധിച്ച് അവസാനം മല്ലനായിരുന്ന, ജിമ്മനായിരുന്ന ആ ചെറുപ്പക്കാരൻ ഒരു ഉണക്കമുന്തിരി പോലെ ഉണങ്ങി അവസാനം ചുമച്ച് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഈ മന്ത്രവാദികൾക്കെതിരെ പോരാടണം. അത് മരിച്ചവന്റെ മൊഴിയാണ്. അദ്ദേഹത്തെ കൊണ്ടുപോയി മന്ത്രവാദികൾക്ക് എറിഞ്ഞുകൊടുത്തവന്റെ ന്യായീകരണമല്ല. ഇന്ന് ഖബറിൽ ഉറങ്ങുന്ന ഫിറോസിന്റെ സംസാരമാണ്. നിഷേധിക്കുമോ നിങ്ങൾ? കേട്ടുവല്ല മീഡിയകളിലൂടെ. ഞാനത് ഇപ്പോൾ കേൾപ്പിക്കുന്നില്ല, ഇൻഷാ അല്ലാഹ് സമയക്കുറവ് കൊണ്ട്. നിങ്ങൾ കേട്ടതാണ്, മീഡിയകളിൽ വന്നതാണ്, ഇൻഷാ അല്ലാഹ് ഇതിനെ CD-യിൽ ചേർത്ത് വിശദീകരിക്കുന്നതുമാണ്. ഇത്തരമൊരു പ്രതിസന്ധി കേരളക്കര കണ്ടപ്പോൾ ഒരുപക്ഷേ ആ ഫിറോസിനെ കബറടക്കുമ്പോ ഫിറോസിനോടൊപ്പം മണ്ണോട് മണ്ണ് ചേർന്ന് പോകുമായിരുന്ന ആ യാഥാർത്ഥ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രസ്ഥാനത്തിന്റെ ചെറുപ്പക്കാരുടെ നാവുകളിലൂടെ പുറത്തു കൊണ്ടുവന്നു. ഇപ്പൊ ചില ആളുകൾ പറയുന്നത് സുനിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അവനെന്തോ തരികിട കാണിച്ചതാണ് എന്നാ. നിങ്ങൾ വാ, നിങ്ങൾ കൊടുത്ത കേസുമായി കോടതിയിലേക്ക് വാ. ഈ ഫിറോസ് എന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ അവസാന ദിനങ്ങളിൽ അദ്ദേഹം കൈമാറി തന്ന ആശയങ്ങൾ, അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങൾ ഈ രാജ്യത്തെ നിയമകൂടം കേൾക്കേണ്ടതാണ്, ഈ രാജ്യത്തെ ജഡ്ജിമാർ കേൾക്കേണ്ടതാണ്, ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ കേൾക്കേണ്ടതാണ്, ഈ നാടിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ കേൾക്കേണ്ടതാണ്. നിങ്ങളെന്താ വിചാരിച്ചത് ഞങ്ങളൊന്നുമില്ലാതെ ഇറങ്ങിയതാണെന്നോ? നിങ്ങളുടെ ഏതെങ്കിലും തട്ടാപുട്ടി പരിപാടികൾ കൊണ്ട് നിങ്ങൾക്ക് മുഖം നിറച്ചു നടക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചുവോ? തെറ്റിദ്ധരിച്ചുവോ? സാധ്യമല്ല കേട്ടോ. നിങ്ങളെക്കാൾ വലിയ കൊമ്പന്മാരെയും വമ്പന്മാരെയും ആൾക്കൂട്ടത്തെയും നേരിട്ട് പാരമ്പര്യമുള്ള, പരിചയമുള്ള ഒരു മഹാപ്രസ്ഥാനമാണിത്. ആ പ്രസ്ഥാനത്തെ മീശ ചുരുട്ടി പേടിപ്പിക്കാമെന്ന് ഒരുത്തനും കരുതണ്ട. പദ നടക്കുന്നത് മീശ ചുരുട്ടി പോയി പേടിപ്പിക്കാൻ, ഭയപ്പെടുത്തുകയാണ്. നടക്കൂല. നിങ്ങളെ ഞങ്ങൾ നിലം തൊടിയിക്കൂല, ഞങ്ങൾ നിങ്ങളെ നിലം തൊടിയിക്കൂല എന്ന് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ, ഏതെല്ലാം കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടോ അത് അടിവരയിട്ടുകൊണ്ട് നടപ്പാക്കിയവരാണ് ഞങ്ങൾ. നിലം തൊടിയിക്കില്ല ഒരൊറ്റ മന്ത്രവാദിയെ കേരളത്തിന്റെ മണ്ണിൽ.
നിങ്ങൾ വിചാരിക്കണ്ട. ഇപ്പൊ എന്താ പറയുന്നത്? വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അങ്ങനെയാണെന്ന് തോന്നുന്നു, അല്ലാഹു അലം. എല്ലാം ഇംഗ്ലീഷാണ് ഇപ്പോ. ആ വിസ്ഡം അതിന്റെ പേരിൽ ഇവിടെ നടത്തിയ പരിപാടിയിൽ പോലും എന്താ പറഞ്ഞത്? ഞങ്ങളതുമായി ബന്ധമില്ല, ഞങ്ങൾക്കതുമായി ബന്ധമില്ല. എന്നു മുതൽ ഞങ്ങൾക്കിതുമായി ബന്ധമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, കരുളായിൽ ഫിറോസ്, ആ ഫിറോസിന്റെ സംഭവം വിവാദമാകുമ്പോ നമ്മുടെ വെട്ടിച്ചിറക്കടുത്ത് ഒരു ജ്യോത്സ്യൻ, ഒരു മന്ത്രവാദി, ഒരു പാവപ്പെട്ട പെൺകൊടിയെ പീഡിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോ അത് മറപിടിച്ചുകൊണ്ട് വെട്ടിച്ചിറയിൽ വെച്ച് പരിപാടി നടത്തിയിട്ട് പറയാൻ ഞങ്ങൾക്കതുമായി ബന്ധമില്ലെന്ന് പറയണമെങ്കിൽ ദാ ഇത് കാണാതെ പോകണം. എന്താണിത്? എന്താണ് ഈ രേഖ? ആരെഴുതിയതാണ് ഈ രേഖ? മാഞ്ഞുപോയോ? ഇത് മറഞ്ഞുപോയോ? ഒരിക്കലുമില്ല. നേരെ മറിച്ച് ഈ രേഖ എന്താണ് എന്ന് ചോദിച്ചാൽ 38 ആളുകൾ എഴുതി ഒപ്പിട്ടുകൊണ്ട് കേരള ജംഇയ്യത്തുൽ ഉലമക്ക് കൊടുത്ത കത്തിന്റെ കോപ്പിയാണ്. എന്തായിരുന്നു ഈ കത്ത് കൊടുത്തുകൊണ്ട് 38 പേരൊപ്പിട്ട് കത്ത് കൊടുത്തുകൊണ്ട് കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന കേരളത്തിലെ ആദ്യത്തെ മതസംഘടനയായ, പണ്ഡിത സംഘടനയായ, ഉത്തരവാദിത്തപ്പെട്ട സംഘടനയോട് ആവശ്യപ്പെട്ടത്? ഞങ്ങൾക്ക് റുഖിയ നടത്താൻ, റുഖിയ എന്ന് പറയുമ്പോൾ മന്ത്രവാദം നടത്താൻ അവകാശം വേണം, സ്വാതന്ത്ര്യം വേണം. സ്വാഭാവികമായും ചോദ്യമുണ്ട്, റുഖിയ എന്താണ്? റുഖിയ ശർഇയ്യ? റുഖിയ ശർഇയ്യ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ മന്ത്രം എന്നാണ് അതിന്റെ അർത്ഥം. അത് മന്ത്രവാദമല്ല, നേരെ മറിച്ചത് പ്രാർത്ഥനയാണ്. അത് വളരെ വ്യക്തമാണ്, ലളിതമാണ്, സുന്ദരമാണ്. അവിടെ അടിയില്ല, ചവിട്ടില്ല, മരുന്ന് നിഷേധമില്ല, കഴുത്തിന് പിടുത്തമില്ല. നേരെ മറിച്ച് ജിന്ന് ബാധിക്കണമെന്നുമില്ല, സിഹ്ർ ബാധിക്കണമെന്നുമില്ല. എല്ലാ ദിവസവും വിശ്വാസികളായ ആളുകൾ രോഗമുണ്ടെങ്കിലും രോഗമില്ലെങ്കിലും നിർവഹിക്കേണ്ട മഹത്തായ ഒരു കർമ്മം. അതിന് ജിന്നിളകണം എന്നില്ല, കൂടോത്രം വേണം എന്നില്ല, അതിന് ആർക്കെങ്കിലും സിറോസിസ് ബാധിക്കണം എന്നില്ല, പനി വരണമെന്നില്ല, അപസ്മാരം വരണമെന്നില്ല. ഓരോ ദിവസവും വിശ്വാസി പായിലേക്ക് കടക്കാൻ ചെല്ലുമ്പോ, വിരിപ്പിലേക്ക് കടക്കുവാൻ വേണ്ടി ചെല്ലുമ്പോ അവൻ വിശുദ്ധ ഖുർആനിലെ മുഅവ്വിദാത്ത് ഓതി, സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും ഓതി കയ്യിലൂതി ശരീരമാസകലം തടവിക്കടക്കുന്നു. ഇതിന് പറയുന്ന പേരാ റുഖിയ ശർഇയ്യ. ഇത് ജിന്നു കുടുംബം ചെയ്യുന്നതാ? ആരാ നിങ്ങളോട് പറഞ്ഞത് ജിന്നു കുടുംബം ചെയ്യുന്നതാണെന്ന്? ജിന്നു ചികിത്സ ആരാ പറഞ്ഞത്? റുഖിയ ശർഇയ്യ ജിന്നു ചികിത്സയാണ് എന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത്? അത് സിഹിറിലുള്ള ചികിത്സയാണ് എന്ന്? ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ശർറുകൾ, പടച്ചവൻ പടച്ച ശർറുകൾ, ഖുർആൻ പറഞ്ഞതുപോലെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്, അല്ലാഹു പടച്ചു തന്ന ശർറുകൾ. അതിലൊരുപാട് ശർറുകൾ ഉണ്ട്, അറിയുന്നതും അറിയാത്തതും, കാണുന്നതും കാണാത്തതും. അല്ലാഹു പടച്ചതായ മുഴുവൻ ശർറുകളും, അത് പൈശാചികമാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ അതിൽ നിന്ന് മുക്തി നേടാൻ അല്ലാഹു പഠിപ്പിച്ചു തന്ന ഇസ്തിആദത്തിന്റെ വചനങ്ങൾ, നബി പഠിപ്പിച്ചു തന്ന ഇസ്തിആദത്തിന്റെ വചനങ്ങൾ ഖുർആൻ പറഞ്ഞു തന്നതുപോലെ, നബി പഠിപ്പിച്ചു തന്നതുപോലെ നിർവഹിക്കുക. അതിന് മൂല്യാരി വേണോ? അതിന് കാലിയാരി വേണോ? അതിന് മഞ്ചേരിയിൽ ക്ലിനിക്ക് വേണോ? അതിനേതെങ്കിലും ജ്യോത്സ്യൻ വേണോ? 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, അവൻ മതവിദ്യാർത്ഥിയാണെങ്കിൽ 2ാം ക്ലാസ് മുതൽ അവൻ ഓതി പഠിക്കുന്ന വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഓതി എല്ലാ ദിവസവും നിർവഹിക്കേണ്ട ആ ഇബാദത്തിന്, ആ ആരാധനക്ക്, ആ പ്രാർത്ഥനക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഫീസ് കൊടുക്കണോ, 1000 കൊടുക്കണോ, 2000 കൊടുക്കണോ, ഒട്ടകത്തിന്റെ വില കൊടുക്കണോ, ആടിന്റെ വില കൊടുക്കണോ, പോത്തിന്റെ വില കൊടുക്കണോ? വേണ്ട. സൂറത്തുൽ ഫാത്തിഹ ഒരാൾക്ക് ഓതി മന്ത്രിക്കണമെങ്കിൽ ഇപ്പറയുന്ന ഏതെങ്കിലും ഏർപ്പാട് വേണോ? ഫാത്തിഹ ഓതാൻ അറിയാത്തവരുണ്ടോ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ? ഇസ്ലാമിലെ മന്ത്രം എന്ന് വെച്ചാൽ ഫാത്തിഹ ഓതി മന്ത്രിക്കലാണ്, ഫലക്കോതലാണ്, ഇഖ്ലാസോതലാണ്, മറ്റു പ്രാർത്ഥനകൾ നടത്തലാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി
ഇസ്ലാമിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മുജാഹിദുകൾ പറഞ്ഞു പഠിപ്പിച്ചു അർറുഖിയ ദുആഉൻ ലിതലബി ശിഫാഇ ബിൽ ഖുർആനി വഅസ്മാഇല്ലാഹി വസിഫാതിഹി വബിദ്ദിക്രി വഅദാഉഹു കമാ സഹഹ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് റുഖിയ എന്ന് പറഞ്ഞാൽ? എന്താണ് ഇസ്ലാമിലെ മന്ത്രം എന്ന് പറഞ്ഞാൽ? ഇസ്ലാമിലെ റുഖിയ ശർഇയ എന്ന് പറഞ്ഞാൽ ഖുർആൻ കൊണ്ടും അല്ലാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും കൊണ്ടും ഖുർആനിലും സുന്നത്തിലും സ്വഹീഹായി വന്നിട്ടുള്ള ദിക്റുകൾ കൊണ്ടും രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സുന്നത്തിൽ സ്ഥിരപ്പെട്ട രീതിയിൽ നിർവഹിക്കുന്ന ഒന്നാണ് റുഖിയ ശർഇയ. സംശയമുണ്ടോ ഇതിൽ? ഒരു സംശയത്തിനും വകയില്ല. അതുകൊണ്ട് തന്നെ അത് എഴുതിക്കുക മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു പാരമ്പര്യമുണ്ട്. അതെന്താണെന്നറിയോ? നിഷേധിക്കുന്നവരെ കൊണ്ടുപോലും ഒപ്പിടിച്ചു വാങ്ങും. അതൊരു ഏർപ്പാടാണ്. അതുകൊണ്ട് തന്നെ റുഖിയ ശർഇയ ഇസ്ലാമിലെ മന്ത്രം ഇതാണ് എന്ന് പഠിപ്പിച്ചിട്ട് എഴുതി ഒപ്പിടിച്ചു. ഒന്ന് കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ, ഇവിടെ വന്ന് പ്രസംഗിച്ച മഹാൻ, ഇത് ഒപ്പിട്ട ആളാണ്. കുഞ്ഞു മുഹമ്മദ് മദനിയെ കൊണ്ട് ഒന്നാമത് ഒപ്പിടിച്ചു. മാത്രമല്ല, വളരെ ശക്തമായിരുന്നു അദ്ദേഹം അക്കാലഘട്ടത്തിൽ. എത്രത്തോളം സക്കരിയ സ്വലാഹിയെ പുറത്താക്കാനുള്ള യോഗത്തിൽ പോലും പങ്കെടുത്ത് പുറത്താക്കണമെന്ന് തീരുമാനിച്ച് പോന്ന ആളാണ് മൂപ്പര്. പിന്നെ നോക്കുമ്പോൾ ആ ചാടി അപ്പുറത്തേക്കുന്നു. ഞാനതിന് എന്തെങ്കിലും വിശേഷണം പറഞ്ഞ നാളത്തെ ക്ലിപ്പ് അത് മാത്രമായിരിക്കും, ഞാൻ പറഞ്ഞതൊന്നുണ്ടാവൂല. അതുകൊണ്ട് വലിയ മൂപ്പര്, ബഹുമാനപ്പെട്ടവര് അദ്ദേഹമാണ്. സക്കരിയ സ്വലാഹി അടക്കമുള്ള ആളുകളെ പുറത്താക്കണം, ചെവിക്ക് പിടിച്ച് പുറത്താക്കണമെന്ന് തീരുമാനമെടുക്കുകയും പുറത്താക്കുകയും പിന്നെ സക്കരിയ സ്വലാഹിയെ പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് തെരുവുകളിൽ പിച്ചച്ചട്ടിയുമായി നടന്ന ആളുകളുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ നോക്കുമ്പോൾ മൂപ്പരുണ്ടായിരുന്നു. അതിനെന്താണ് പറയേണ്ടത് എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാനിപ്പോ അങ്ങോട്ട് പോകുന്നില്ല. കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂര്. രണ്ടാമത് ഒപ്പിട്ട ആളാരാ? പി എൻ അബ്ദുൽ ലത്തീഫ് മദനി. മൂന്നാമതാണ് എം അബ്ദുറഹ്മാൻ സലഫി. നാലാമതാണ് കെ കെ സക്കരിയ സ്വലാഹി. അഞ്ചാമതാണ് അബൂബക്കർ സലഫി. ആറാമതാണ് ഹനീഫ് കായക്കൊടി. ഏഴാമതാണ് ഷമീർ മദീനി. എട്ടാമതാണ് ഷംസുദ്ദീൻ പാലത്ത്. ഒമ്പതാമതാണ് ഹംസ മദീനി. പത്താമതാണ് ഈ പ്രസംഗിക്കുന്ന ഞാൻ. കാരണം ഇതൊരു ചർച്ച, വളരെ സമയം നീണ്ട ചർച്ച. ആ ചർച്ചകളിലൂടെ പ്രമാണങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് കൃത്യമായ ഖുർആന്റെയും സുന്നത്തിന്റെയും നിലപാടായിക്കൊണ്ട് എഴുതി സമർപ്പിക്കുകയാണ്. ഇതാണ് ഇസ്ലാമിലെ മന്ത്രം. അത് പുതിയതല്ല. മഹാനായ അമാനി മൗലവി അദ്ദേഹത്തിന്റെ വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനത്തിൽ സൂറത്തുൽ ഫലക്കിന്റെ വിശദീകരണത്തിൽ സുന്ദരമായി എഴുതി പഠിപ്പിച്ച, കെ എം മൗലവിയെ പോലെ ഉന്നതന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ച കൃത്യമായ നിലപാടാണ്. ആ നിലപാട് വ്യക്തമാക്കുക മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനം ഈ രൂപത്തിൽ മന്ത്രവാദികൾ രംഗത്ത് വന്നപ്പോ ആ മന്ത്രവാദികൾ രംഗത്ത് വന്നുകൊണ്ട് പലതരത്തിലുള്ള വിശ്വാസങ്ങളും പ്രചരിപ്പിച്ചപ്പോ കൃത്യമായ ഒരു പുസ്തകം, ജിന്ന് പിശാച് റുഖിയ ശർഇയ എന്ന പേരിൽ ഒരു പുസ്തകം തന്നെ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേരള ജംഇയ്യത്തുൽ ഉലമ. മറന്നു പോകരുത്, ഇതൊക്കെ കണ്ടിട്ട് വേണം ബാക്കി വിശദീകരിക്കാൻ. ജിന്ന് പിശാച് റുഖിയ ശർഇയ എന്ന് പറയുന്ന ഈ പുസ്തകം എഴുതി തയ്യാറാക്കുമ്പോ ഞാൻ നേരത്തെ വായിച്ച കൃത്യമായ ഇസ്ലാമിലെ മന്ത്രം എന്താണ് എന്ന് പറഞ്ഞു. അത് ഈ പുസ്തകത്തിലും രേഖപ്പെടുത്തി വെച്ചു. ഈ പുസ്തകം രേഖപ്പെടുത്തി പുസ്തകത്തിന്റെ കരട് തയ്യാറാക്കുമ്പോ കുവൈത്തിൽ നിന്നൊരു വിളി വന്നു. എന്തായിരുന്നു വിളി? ആ പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പ് അതിന്റെ കോപ്പി കാണണം. ഈ പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പ് എന്താണ് അതിൽ എഴുതി ചേർത്തത് എന്ന് കാണണം. അതിന്റെ കോപ്പി അത് തയ്യാറാക്കിക്കൊണ്ടിരുന്ന ഹനീഫ് കായക്കൊടിയോട് ആവശ്യപ്പെട്ടു. അത് പൂർത്തിയാകാത്തത് കൊണ്ട് അദ്ദേഹം അയച്ചു കൊടുത്തില്ല PN-ന്. രണ്ടാമത് PN എന്നെ വിളിച്ചു. അതിന്റെ കോപ്പി കിട്ടണം, മനസ്സ് വേഗം അത് എനിക്ക് മെയിൽ ചെയ്തു തരണം. അവസാനം ആ കോപ്പി അഥവാ ഈ പുസ്തകം എഴുതി തയ്യാറാക്കുന്നതിന്റെ രേഖ, അതിന്റെ വരികൾ, അതിന്റെ പ്രൂഫ് അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്തപ്പോ ഇസ്ലാമിലെ മന്ത്രം അഥവാ ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ള ആ രൂപത്തിൽ നിർവഹിക്കപ്പെടുന്ന ഇസ്ലാമികമായ ഏതൊരു വിശ്വാസിക്കും ശരണമായി നിർവഹിക്കാൻ കഴിയുന്ന ആ മന്ത്രത്തിന്റെ വചനത്തെ, അതിന്റെ നിർവചനത്തെ, അതിന്റെ വിശദീകരണത്തെ തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് PN-ന്റെ കത്ത് വന്നു. ഇവിടെ വന്നിട്ട് വെട്ടിച്ചിറയിൽ വന്നിട്ട് ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല, ഞങ്ങൾ ഇതുമായി ബന്ധമില്ല എന്ന് പറയുന്നതിന് മുമ്പ് ഇന്നലകളിൽ ചെയ്തത് ഓർക്കണം.
മാത്രമല്ല ആ വിവരം 38 പേർ എഴുതി ഒപ്പിട്ട ഇതിന്റെ തുടക്കത്തിൽ തന്നെ പറയാണ് PN ചെയ്തത് അനിവാര്യമായ പലതും ഇതിൽ കൂട്ടിച്ചേർത്തു, എന്നാൽ അതിൽ പലതും ഈ പുസ്തകത്തിൽ പരിഗണിച്ചതേയില്ല. ആവശ്യമില്ലാത്ത ചില അത് ഒഴിവാക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു, പക്ഷേ അതിൽ മിക്കതും പരിഗണിക്കപ്പെട്ടിട്ടില്ല. PN കാണിക്കാതെ ചിലത് പിന്നീട് പുസ്തകത്തിൽ തിരുകി കയറ്റി. പരാതി പറയുകയാണ് ഈ പുസ്തകത്തിനെതിരെ. എന്തായിരുന്നു PN തിരുത്താൻ പറഞ്ഞത്? എന്തായിരുന്നു PN എഴുതി തന്നത്? കേൾക്കണം. മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വിശദീകരിക്കുന്ന അതിന്റെ നിർവചനമായി എഴുതാൻ വേണ്ടി തന്ന വാചകം എന്താണെന്നറിയുമോ? അർറുഖിയ്യതു അൽഊദ അല്ലതി യുർഖാ ബിഹാ സാഹിബുൽ ആഫതി കൽഹുമ്മ വസ്സർഇ വഗൈരി ദാലിക മിനൽ ആഫാത്ത്. റുഖിയ എന്ന് പറഞ്ഞാൽ പനി പോലെ അപസ്മാരം മുതലായ ആപത്തുകൾ പിടഞ്ഞവർക്ക് മന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന രക്ഷാമന്ത്രമാണ് റുഖിയ. മന്ത്രവാദത്തിന്റെ നിർവചനം അത് ഈ ബുക്കിൽ എഴുതണം. ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ മന്ത്രത്തിന്റെ നിർവചനമല്ല, ഇത് മന്ത്രവാദത്തിന്റെ നിർവചനമാണ്. ആ മന്ത്രവാദത്തിന്റെ നിർവചനം എഴുതി പ്രസിദ്ധീകരിക്കണമെന്നാണ് മറുപടി കത്ത് വന്നത്. അത് തന്നെയാണ് അദ്ദേഹം എഴുതി തന്നത് എന്ന് 38 പേർ ഒപ്പിട്ടുകൊണ്ട് സമർപ്പിക്കുകയാണ്. മറന്നുപോയോ നിങ്ങളത്? ഈ രേഖ നിങ്ങൾ മനസ്സിലാക്കണം. ഈ രേഖ ഈ പേപ്പറിൽ മാത്രമല്ല ഉള്ളത്, ഇതിൽ മാത്രമല്ല ഉള്ളത്. നിങ്ങൾക്ക് കാണാം ഈ പുസ്തകം ജിന്ന്, സിഹ്ർ, കണ്ണീർ, റുഖിയ, ശറഅ, ഒരു പ്രാമാണിക പഠനം, സക്കരിയ സലാഹി എഴുതിയ പുസ്തകം. ഈ പുസ്തകത്തിൽ ഇതേ വാചകം തന്നെ എടുത്തു കൊടുക്കുകയാണ്. വാചകമല്ല, ഇത് തന്നെ, ഈ കോപ്പി തന്നെ എടുത്ത് ഇതിൽ പ്രത്യേകം ഒരു ഭാഗം കൊടുത്ത് ഇതിൽ വിശദീകരിക്കുകയാണ്. എന്താ വിശദീകരിക്കുന്നത്? അതെ, 38 പണ്ഡിതന്മാർ കേരള ജംഇയ്യത്തുൽ ഉലമക്ക് കൊടുത്ത ആ പുസ്തകം, കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിദ്ധീകരിച്ച പുസ്തകം, ആ പുസ്തകത്തിനെതിരെ 38 പണ്ഡിതന്മാർ ഒപ്പിട്ട് കൊടുത്ത രേഖയിലുള്ള വിവരങ്ങൾ, അനുബന്ധം കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ അബ്ദുറഹ്മാൻ സലഫി, ഹനീഫ് കായക്കൊടി, അഹമ്മദ് റസ്മൗലവി എന്നിവർ പുറത്തിറക്കിയ ജിന്ന്, പിശാച്, റുഖിയ, ശർഇയ്യ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ എന്ന പുസ്തകത്തിലെ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജംഇയ്യത്തുൽ ഉലമ മെമ്പർമാർ 38 പേർ 17/7/2012 ഒപ്പിട്ട് നൽകിയ കത്ത് കണ്ടോ? ഞങ്ങൾ എഴുതിയ പുസ്തകം, കേരള ജംഇയ്യത്തുൽ ഉലമ എഴുതിയ പുസ്തകത്തെ കുറിച്ചിട്ട് മൂപ്പര് എഴുതി വെച്ചത്, പ്രസിദ്ധീകരിച്ച പുസ്തകം. എന്നിട്ട് അതിൽ കൃത്യമായി PN ചെയ്തത് എന്ന് പറഞ്ഞ് ഇതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെയും കൊടുക്കുന്നത് മന്ത്രവാദത്തിന്റെ നിർവചനം കൊടുക്കണമെന്നാണ്. മന്ത്രവാദത്തിന്റെ നിർവചനം. അപ്പൊ നിങ്ങൾ പറയും, എന്ത്? അത് ഞങ്ങളുമായി ബന്ധപ്പെട്ട പുസ്തകമല്ല, ഇത് ഞങ്ങളുമായി ബന്ധപ്പെട്ട പുസ്തകമല്ല, അത് സക്കരിയ സലാഹി ഞങ്ങൾ പുറത്താക്കിയ ആളാണ്. സക്കരിയ സലാഹിയെ പുറത്താക്കിയത് എങ്ങനെയെന്നുള്ളത് വേറെ ചർച്ചയാണ്. സക്കരിയ സലാഹിയെ പുറത്താക്കിയത് കൊണ്ട് ഞങ്ങളുമായി ബന്ധമില്ല എങ്കിൽ മൂന്നാമത്തെ പുസ്തകം ഇതാരിറക്കിയത്? വിസ്ഡം. കഷ്ടം. ഈ പുസ്തകത്തിൽ എന്താ പറയുന്നത്? കേരള ജംഇയ്യത്തുൽ ഉലമയും നിലപാട് മാറ്റവും. ആരാണ് എഴുതിയത്? മുബാറക് ബിൻ ഉമർ അദ്ദേഹം എഴുതിയ പുസ്തകം. നിങ്ങൾ മനസ്സിലാക്കണം, ഈ രേഖകൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിലൂടെ തന്നെ പുറത്തു കൊണ്ടുവരികയാണ്. KJUവിന്റെ പുസ്തകത്തെ വിലയിരുത്തി ജംഇയ്യത്തുൽ ഉലമക്ക് നൽകിയ കത്ത് കണ്ടോ? ഇതൊന്നും കാണാതെയും അറിയാതെയും ജീവിക്കുന്ന ആളുകളുടെ മുന്നിൽ വന്നിട്ട് പറയാം ഞങ്ങളുമായി ബന്ധമില്ല എന്ന്. ഞങ്ങളുമായി ബന്ധമില്ല എന്ന് പറയുമ്പോ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ ഈ അബദ്ധധാരണകൾ ഇവിടെ കൊണ്ടുവരികയും മാത്രമല്ല ഹദീസുകളെ പോലും ദുർവ്യാഖ്യാനിക്കുകയും ചെയ്ത ആളുകൾ ഇവിടെയുണ്ട്. രണ്ടാമതിട്ടാ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും അതിന്റെ ശബ്ദം. ആരാണ് നിഷേധിക്കുന്നത്? അബൂബക്കർ സലഫിയാണ്. അബൂബക്കർ സലഫി എന്ന് പറയുന്ന വിസ്ഡം പണ്ഡിതൻ, അദ്ദേഹം ഒരു ഹദീസിനെ പോലും ദുർവ്യാഖ്യാനിക്കുകയാണ്, ബുഖാരിയിലെ ഹദീസിനെ പോലും. ഇനി നോക്കിക്കോളി, വേറൊരു ഹദീസ് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിലുണ്ട്, അലാ ഉരീകംറാത്തൻ മിൻ അഹ്ലിൽ ജന്ന. ഇബ്നു അബ്ബാസ് പറയാണ് എത്താഹ് എന്ന ആളോട്, സ്വർഗത്തിൽ പോകുന്ന ഒരു സ്ത്രീയെ ഞാൻ നിനക്ക് കാണിച്ചു തരണോന്ന് ചോദിച്ചു. ഖുൽതു ബലാന്ന്, അതേന്ന്. ഹാദിൽ മർഅ അസ്സൗദാ, ഈ കറുത്ത സ്ത്രീ, കറുത്ത നിറമുള്ള പെണ്ണ്. അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ തിരുമേനിയുടെ അടുത്ത് അവർ ചെന്നു. ഫഖാലത്ത്, എന്നിട്ട് പറഞ്ഞു, ഇന്നി യുസ്റഉ, ഞാൻ അപസ്മാരുണ്ട് എനിക്ക്. അപസ്മാരം
അപസ്മാരത്ത് ഉള്ള ആൾക്ക് മസ്റൂ എന്ന് പറയും, ജിന്ന് ബാധിച്ച ആൾക്കൊക്കെ മസ്റൂ എന്ന് പറയും. വൈന്നി അത്തകശഫി, അപസ്മാര രോഗമുണ്ടാകുമ്പോൾ എൻ്റെ ബോധം പോവുകയാണല്ലോ, അതുകൊണ്ട് എൻ്റെ ഔറത്ത് പുറത്തു പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. ഔറത്ത് പുറത്താവുന്നുണ്ട് എന്ന്. അതുകൊണ്ട് അന്ത്യദൂതരെ നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ സഹിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗമുണ്ട് എന്ന്. ഇനി അതല്ല, പ്രാർത്ഥിക്കണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും ചെയ്യാന്ന്. ഇങ്ങനെ നമുക്ക് സ്വർഗമുണ്ടെന്ന് ഉറപ്പാണെങ്കിൽ നമ്മളും സഹിക്കും അല്ലേ? സ്വർഗമുണ്ടെന്ന് ഉറപ്പ്, ഈ സ്ത്രീകൾ സ്വർഗമുണ്ടെന്ന് ഉറപ്പാ. അപ്പൊ ചില ആൾക്കാർ ഈ സഹനത്തിന്റെ പ്രത്യേകത ഇവിടെ വല്ലാതെ കട്ടികൂട്ടി പറയും. ഈ താങ്ങാൻ പറ്റാത്ത വെയിറ്റ് ഈ സാധനത്തെ കൊണ്ട് വെച്ചു കൊടുക്കും. എന്നിട്ട് സഹിക്കുക എന്നല്ല, അപ്പോഴും മന്ത്രം പാണ്ടാന്ന് വരുത്താനാണ് ഇപ്പൊ. മനസ്സിലായോ? മന്ത്രം പാണ്ട, സഹിക്കാൻ പറഞ്ഞല്ലോ. അതുകൊണ്ടാ പണ്ഡിതന്മാർ പറഞ്ഞ ശരിയാ, സഹിച്ചോളി, സ്വർഗമുണ്ടെന്ന് ഉറപ്പുള്ളവന് സഹിക്കാം, പിന്നെന്താ സഹിച്ചാലും ഒരു സ്വർഗമുണ്ടെന്ന് ഉറപ്പല്ലേ. പക്ഷെ നമ്മളെ ആൾക്കാർക്ക് പെണ്ടെന്ന് പോലെ ഉറപ്പുണ്ടോ? ഉറപ്പില്ലല്ലോ. പക്ഷെ റസൂൽ തിരുമേനിയാണ് പറഞ്ഞത്, നിനക്ക് സ്വർഗമുണ്ട് എന്ന് ഉറപ്പാണ് കൊടുത്തിട്ടുണ്ട്, നീ ഇതിന് സഹിച്ചാൽ നിനക്ക് സ്വർഗമാണ്. അപ്പൊ പിന്നെ അവര് ഉറപ്പിച്ച് പറയുന്നത്, എനിക്ക് നിങ്ങളും പ്രാർത്ഥിക്കന്നെ വേണ്ട, ഞങ്ങൾ തന്നെയാണ് മരിച്ചു കൊള്ളാം. കണ്ടോ, ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിനെ സാധാരണ നമ്മൾ പറയും തലകുത്തനെ, ഇതല്ല കുലതത്തനെ എന്ന് പറയണം. ബുഖാരി ഉദ്ധരിച്ച ഹദീസാണിത്. അതെന്താ? ഒരാള് അപസ്മാര രോഗിയായി, അയാൾ ഒരു മന്ത്രവാദി എടുക്കലും പോയില്ല, അയാൾ മരുന്നൊക്കെ കഴിച്ചു, മാറുന്നില്ല. അതുകൊണ്ട് എന്താ അയാൾക്ക് ഒരു നഷ്ടവും സംഭവിക്കാനില്ല. അതുകൊണ്ട് പേരിൽ അയാൾ വിശ്വാസിയാണെങ്കിൽ സ്വർഗമാണ്. ഇത് നബി പഠിപ്പിക്കണം. എങ്ങനെയാ നബി പഠിപ്പിച്ചത്? ഒരു പെണ്ണ്, റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന ഒരു പെണ്ണ്, ആ പെണ്ണിനെ ചൂണ്ടിയിട്ടാ. അതുകൊണ്ടാണ് ഫിറോസ് പറയുന്നത്, ഞാൻ ഇതിന്റെ പേരിൽ മരിച്ചിട്ട് എനിക്ക് സ്വർഗമാണ് വേണ്ടത്, ഞാൻ ആഗ്രഹിക്കുന്നതാണ്. ആ രൂപത്തിൽ പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുപോയിട്ട് ഇവര് ഈ രൂപത്തിൽ ഗണപതി. അപ്പോൾ ഈ ചില ആളുകൾ ചോദിക്കാണ്, ഗണപതി എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായില്ലേ അയാള് നമ്മുടെ വിസ്റ്റം അല്ല എന്ന്. ചില ആളുകൾ ഫേസ്ബുക്കിലൊക്കെ ഇടാണ്, അദ്ദേഹം നമ്മുടെ ആളല്ല എന്ന് മനസ്സിലായില്ലേ, ഗണപതിയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായില്ലേ. പിന്നല്ലാതെ നമ്മുടെ മരക്കാര് ജിന്നോന്ന് കയറുമോ? നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ നിലപാടും ഈ പറയുന്ന പിശാചല്ല കയറുക. അപ്പൊ ഗണപതി ജിന്ന് മാത്രമല്ല, പല ജിന്നുകളും നിങ്ങളോട് സംസാരിച്ചതും അതുപോലെ തന്നെ. അതിപ്പോ ഞാൻ പറഞ്ഞു, അത് ക്ലിപ്പാക്കി മുറിച്ചിട്ടുണ്ട്. അനസ് മൗലവി പറയുന്നത് കണ്ടോ, വസുമതി ജിന്ന് എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. കാരണം വെച്ചാൽ മുമ്പ് ഇതുപോലെ ഒരു മന്ത്രവാദി, അയാൾ നടത്തി, അയാളോടൊരു ജിന്ന് സംസാരിച്ചത് അയാൾ എന്നോട് പറഞ്ഞത് ഒരു പ്രസംഗത്തിൽ ഞാൻ ഉദ്ധരിച്ചത്, അത് മുറിച്ചിട്ട് അനസ് മൗലവി പണ്ട് റുഖ്യ നടത്തിയപ്പോ സംസാരിച്ച ജിന്നിനെ കുറിച്ച് മൗലവി പറയുന്ന കണ്ടോ എന്ന് പറഞ്ഞ് ക്ലിപ്പിറക്കിയ കൗമാണിത്. പക്ഷെ അയാൾ കാഞ്ഞിരമുറ്റത്ത്, ഈ ചെയ്തയാൾ കാഞ്ഞിരമുറ്റം എന്ന് പറയുന്ന മുഖാമുഖത്തിൽ വന്ന് എൻ്റെ മുന്നിൽ പെട്ടു. അന്ന് ഞാൻ അയാളോട് ചോദിച്ചു, അയാളെ നിർത്തിയിട്ട്, നിങ്ങളല്ലേ ആള്? പക്ഷെ ഞാൻ ആളുകളോട് പറഞ്ഞിട്ടില്ല കേട്ടോ നിങ്ങളാ ചെയ്തത് എന്നുള്ളത്. അപ്പൊ അത് ഞാൻ എന്തെങ്കിലും ഉദാഹരണം പറഞ്ഞാൽ ഉദാഹരണം കട്ട് ചെയ്ത് കണ്ടോ, മൗലവി ജിന്നിറക്കിയ കഥ പറയുന്നത് കേട്ടോ എന്ന് പറയും, ക്ലിപ്പിറക്കും. സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, ഈ രൂപത്തിൽ അബദ്ധവിശ്വാസങ്ങളും തോന്നിവാസങ്ങളും പ്രചരിപ്പിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരു പെണ്ണ്, ആ പെണ്ണിനെ സ്വഹാബത്ത് നോക്കിക്കണ്ട രൂപ പറയുന്നത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതാ ഇബ്നു അബീ റവാഹിനോട് പറയുകയാണ്, അലാ ഉരീക ഇംറഅതൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ജീവിക്കുന്ന ഒരു പെണ്ണിനെ നിനക്ക് കാണണോ? ആരാ ചോദിക്കുന്നത്? അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ബല, സ്വർഗത്തിൽ ജീവിക്കുന്ന പെണ്ണോ എനിക്ക് കാണണ്ടേ? ആരാണ് ആ സ്ത്രീ? മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൂണ്ടിക്കാണിക്കുകയാണ്, ഹാദിഹിൽ മർഅത്തു സൗദാ, ദായി കാണുന്ന കറുത്ത സ്ത്രീ ഉണ്ടല്ലോ, അവൾ സ്വർഗവാസിയാണ്. കാരണം അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ പെണ്ണ് നബിയുടെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, ഇന്നി ഉസ്റ, എനിക്ക് അപസ്മാരമുള്ള പെണ്ണാണ്. അത് മാത്രമല്ല, ഞാൻ അപസ്മാര ബാധിതയായി വീട് പോകുമ്പോ എന്റെ വസ്ത്രം ഇങ്ങനെ നീങ്ങിപ്പോകാറുണ്ട്, എന്റെ ഔറത്ത് വെളിവാകി പോകാറുണ്ട് നബിയെ. അതുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണേ. ഉടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മോളെ, ഇത് നീ ക്ഷമിച്ചു അള്ളാഹു തന്ന ഈ പരീക്ഷണത്തെ അത് സഹിച്ച് നീ മുന്നോട്ട് പോവുകയാണെങ്കിൽ പകരം നിനക്ക് കിട്ടുന്നത് സ്വർഗമാണ്. ഇനി അതല്ല, അതേ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിനക്ക് ശമനം കിട്ടാൻ അള്ളാഹുവിനോട് ഞാൻ ദുആ ചെയ്യാം.
ദുആ ചെയ്താ പിന്നെ ആ രോഗം മാറിയാൽ പിന്നെ നിനക്ക് സ്വർഗമുണ്ടോ ഇല്ല എന്ന കാര്യത്തിൽ ഉറപ്പൊന്നും ഞാൻ പറയുന്നില്ല. അല്ല, ഇത് മാറാതെ ഇങ്ങനെ തന്നെ നീ ജീവിച്ച് മരിക്കുന്നൊരവസ്ഥ നിനക്കുണ്ടാകുമെങ്കിൽ ഞാൻ പറയാം നിനക്ക് സ്വർഗമുണ്ട്. ആ പെണ്ണ് പറഞ്ഞു, നബിയെ അസ്ബിറു, ഞാൻ ക്ഷമിച്ചു, എനിക്ക് സ്വർഗം മതി. പക്ഷേ ഔറത്ത് വെളിവാകുന്നു, ബോധം രഹിതയായി വീഴുമ്പോ. അപ്പൊ നബി പറഞ്ഞു, അതിന് വേണമെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്ത്രീക്ക് വേണ്ടി ദുആ ചെയ്തു. ഇത് ഉദ്ധരിച്ചിട്ടൊരു വിസ്ഡം പണ്ഡിതൻ പറയുകയാണ്, ഇത് ചില ആളുകൾ ഇങ്ങനെ കനം കൂട്ടി പറയും. പിന്നെ കനം കൂട്ടാതെ, ഇത് നബി പറഞ്ഞതല്ലേ, നബി പറഞ്ഞത് കനം കൂട്ടാതെ മന്ത്രവാദി പറയേണ്ടതാ കനം കൂട്ടേണ്ടത് ആണോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമല്ല കനം കൂട്ടി പറയേണ്ടത്. അപ്പൊ പിന്നെ വേറൊരു കണ്ടുപിടുത്തം കൂടി അദ്ദേഹം അതിൽ ഇജ്തിഹാദ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത് എന്താ? അത് സ്വർഗമുണ്ട് എന്ന് ഉറപ്പല്ലേ പെണ്ണിന്, അതുകൊണ്ടാണ്. നമുക്കാർക്കെങ്കിലും സ്വർഗം ഉണ്ടെന്ന് ഉറപ്പുണ്ടോ? അപ്പൊ സ്വർഗമുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ക്ഷമിക്കാം, അങ്ങനെ ഹദീസിലുള്ളത്. നല്ല ക്ഷമിച്ചാൽ സ്വർഗമുണ്ട്, അതാ തലകുത്തരെ എന്ന് പറഞ്ഞത്, അല്ല കുലതത്തനെ എന്ന് പറഞ്ഞത്. ക്ഷമിച്ചാൽ സ്വർഗമുണ്ട്. മാത്രമല്ല ഇമാം ബുഖാരി ആ പെണ്ണിന് മാത്രം ബാധകമാക്കിയ സംഭവമാണോ? അല്ല, ആ ഹദീസ് കൊണ്ടുവന്ന ഹദീസിന്റെ ബാബ്, ആ ഹദീസ് കൊണ്ടുവന്ന ബാബ് പോലും ബാബു ഫദ്ലി മയുസ്റഉ മിനർരീഹ്, മയുസ്റഉ മിനർരീഹ്, കാറ്റ് മുഖാന്തരം ആ രൂപത്തിലുള്ള അപസ്മാരം ബാധിക്കുന്ന ആളുകളുടെ ശ്രേഷ്ഠത പറയുന്ന അധ്യായം, ആ അധ്യായത്തിലാണ് ഇമാം ബുഖാരി ഇത് കൊണ്ടുവന്നത്. ഇത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. നാളിതുവരെ ഇതിനെ തിരുത്തുവാനോ അതല്ലെങ്കിൽ ഈ അബദ്ധത്തെ തിരുത്തിക്കൊണ്ട് ശരിയായ വശം പറയുവാനോ ഇവർ തയ്യാറായിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം ഹദീസുകളെ പോലും ദുർവ്യാഖ്യാനിച്ച് അത് കനം കൂട്ടി പറയുകയാണ് എന്ന് പറഞ്ഞ് കടന്നു വന്ന ആളുകൾ രണ്ടാമതൊരു ആവശ്യം അക്കാലത്ത് ഇവിടെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആവശ്യം? മറന്നുപോയോ നിങ്ങൾ? എന്തായിരുന്നു ആവശ്യം? കേൾക്കാൻ നിങ്ങൾക്ക് എന്തായിരുന്നു ആവശ്യമെന്ന്. ഞാന് ഇഫ്ലുർ റഹ്മാന്റെ അടുത്ത് അയച്ചു എന്ന് പറയുമ്പോൾ ആളുകളെ വിചാരം ഏതോ മന്ത്രവാദിന്റെ അടുത്ത് അയച്ചു എന്നാണ്. ഇഫ്ലുർ റഹ്മാൻ KNMന്റെ ഒരു പ്രവർത്തകനായിരുന്നു. അദ്ദേഹം മടവൂരികൾക്കെതിരിലും സുബൈർ മങ്കടയുടെ സംഘടന പാടില്ല എന്ന് പറഞ്ഞ ആളുകൾക്കെതിരെ നെറ്റിൽ ലേഖനം എഴുതിയിട്ടാണ് ഞാൻ അദ്ദേഹത്തെ അറിയുന്നത്. ഇങ്ങനെ ഒരാൾ ലേഖനം എഴുതുന്നുണ്ട്, ഇവർക്കെതിരിൽ ഉത്തരം മുട്ടിപ്പോകുന്നുണ്ട് എതിരാളികൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ലേഖനമൊക്കെ, ഞാൻ നെറ്റ് നോക്കുന്ന ആളല്ല, ചില ആളുകൾ പ്രിന്റ് ഔട്ട് എടുത്ത് കൊടുക്കുന്നതാണ്. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് തന്നെ. അദ്ദേഹം തൗഹീദുള്ള ആളാണ്, ശിർക്കിലേക്ക് പോയിട്ടില്ല. അദ്ദേഹത്തിനടുത്ത് ഖുറാഫാത്തുകളൊന്നുമില്ല. അദ്ദേഹം റുഖിയ ഒരു കച്ചവടമാക്കിയ ആളല്ല. മൊത്തത്തിൽ ഖുർആൻ ചികിത്സ എന്ന പേരിൽ സൗദി അറേബ്യയിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ പണ്ഡിതന്മാരൊക്കെ നടത്തുന്ന ചികിത്സ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത് എന്നാണ് മൊത്തത്തിൽ എനിക്ക് അതിനെക്കുറിച്ചുള്ള അറിവ്. അതനുസരിച്ച് ഞാൻ പറഞ്ഞത്, അതിന്റെ വിശദാംശങ്ങൾ എനിക്ക് അറിഞ്ഞൂടാ. എന്താ പറഞ്ഞത്, അയാൾ എങ്ങനെ ചികിത്സിക്കണമെന്ന് അറിയില്ല. അങ്ങനെ അറിയാത്ത ഒരാളെടുത്ത് അയക്കാൻ പാടുണ്ടോ എന്നാ ചോദിക്കുന്നത്. ചികിത്സയുടെ വിശദാംശം എനിക്കറിയില്ലെങ്കിലും ഖുർആൻ കൊണ്ടുള്ള ചികിത്സയാണ്, സലഫി പണ്ഡിതന്മാർ അംഗീകരിക്കുന്ന ചികിത്സയാണ്. വിശദാംശങ്ങളിൽ സലഫി പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെന്നത് ശരിയാണ്. ഞാൻ ആ വിഷയം പഠിക്കാത്ത ആളാണെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, മോനെ എനിക്കതിൻ്റെ ചികിത്സ എന്ന് അറിഞ്ഞൂടാ, സൗദി അറേബ്യയിലും മറ്റൊക്കെ ചികിത്സ ഉണ്ട്, നമ്മളവിടെ ഒരു ചികിത്സന്റെ ഖുറാഫാത്താണെന്നാ പറയുന്നത്. ഇങ്ങനെ ഒരാളുണ്ട്, നമ്മളെ KNMന്റെ ആൾ തന്നെയാണ്, അയാളുമായിട്ട് നമ്മളെ പണ്ഡിതന്മാർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞു. ഈ കാര്യം ഞാൻ AP പറഞ്ഞു. എന്നിട്ട് AP ഞാൻ ചോദിച്ചു, അല്ല സർ, ഇങ്ങനെയുള്ളൊരു കുട്ടിയെ നൂലും മന്ത്രവും വലിച്ചെറിഞ്ഞ് തൗഹീദിലേക്ക് വന്നൊരു കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായാൽ നമ്മൾ എന്തു ചെയ്യണം? ഈ കുട്ടിയെ ഞാൻ എവിടെ കയക്കും? നമ്പൂരിന്റെ അടുത്തേക്കും പണിക്കരത്തേക്കും അയക്കാൻ പറ്റുമോ? തങ്ങളെടുത്തേക്കും മുസ്ലിയാരത്തേക്കും അയക്കാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞു തരുമോ എനിക്ക് എന്ന് പറഞ്ഞപ്പോൾ AP പറയാണ്, ആ അപ്പൊ ഇതിന്റെ ഒരാൾ തന്നെയാണില്ലേ, ഇത് ചികിത്സിക്കുന്നുണ്ടില്ലേ, അപ്പൊ എന്നെ പറ്റി കേട്ട് ശരി തന്നെയാണില്ലേ, ഇത് കാസറ്റ് ഇട്ട് കൊടുക്കണ്ടില്ലേ? അതാണോ മറുപടി? എവിടെ അയക്കുമെന്ന് പറഞ്ഞേരി TP ഞാൻ ചോദിച്ചു, ഇന്ന് വരെ അതിന് മറുപടി കിട്ടിയിട്ടില്ല. എന്നിട്ട് അത് വലിയ ഇഷ്യൂ ആക്കിയിട്ട് കൊണ്ടുനടക്കാൻ ഇഫ്ലുർ റഹ്മാന്റെ അടുത്ത് അയച്ചു. അത് വലിയ ഇഷ്യൂ തന്നെയാണ്. അതിന് AP എടുക്കുന്ന മറുപടി കിട്ടൂല, TP എടുക്കുന്ന മറുപടി കിട്ടൂല. അതുകൊണ്ട് മറുപടി കിട്ടാനാണ് സംഘടനയുടെ പുറത്തേക്ക് ചാടിയത്, മറുപടി ഉണ്ടാക്കാനാ. അല്ലേ? ഇതായിരുന്നല്ലേ മുദ്രാവാക്യം. ഒരു സംഘടനക്ക് ഒരു അടിസ്ഥാന മുദ്രാവാക്യമൊക്കെ ഉണ്ടാവും. എന്തായിരുന്നു മുദ്രാവാക്യം? മുജാഹിദുകൾക്ക് ജിന്ന് കൂടിയാൽ ആ ജിന്നിറക്കാനുള്ള കേന്ദ്രം അവിടെ. ഇതായിരുന്നില്ല ചോദ്യം. ഈ അന്തരീക്ഷത്തിൽ മുഴങ്ങിയ ചോദ്യമായിരുന്നില്ലേ? കേരളം ഒട്ടാകെ ചോദിച്ചില്ലേ? AP പറഞ്ഞപ്പോ AP ചോദിച്ചു എന്നോട്, ജന്റെ ആളാണല്ലേ? പിന്നല്ലാതെ
അപ്പൊ ഈ പറയുന്ന പണി നടത്തുന്നുണ്ടല്ലേ, ആളുകൾ പറയുന്നത് ശരിയാണല്ലേ, അതാണോ എന്റെ മറുപടി? പിന്നെ അതല്ലാതെ അത്തരം ഏർപ്പാടുണ്ട് എന്ന് കണ്ടിട്ടല്ലേ നിങ്ങളെ വിളിച്ചതും വിചാരണ ചെയ്തതും ഇരുത്തിയതും ചോദ്യം ചെയ്തതും പ്രമാണങ്ങൾ ചോദിച്ചതും തെളിവ് ചോദിച്ചതും അവസാനം തെളിവില്ലാതെ വന്നപ്പോൾ മൂക്ക് കൊണ്ട് ഒപ്പിടിച്ചതും? അത് ചരിത്രമാണ്. നിങ്ങളുടെ മൂക്ക് പിടിച്ചിട്ട് ഇങ്ങനെ തല പിടിച്ച് മൂക്ക് കൊണ്ട് ഒപ്പിടിച്ചത്. അവസാനം നിങ്ങൾ പറഞ്ഞു അതെന്നെ മറ്റേ അയ്യപ്പൻ ഒപ്പിട്ടതാണ്. ഏതുപോലെ പണ്ട് അമ്മാറിനെ കൊല്ലാൻ വന്നപ്പോൾ അമ്മാറ് പറഞ്ഞ പോലെ ഞാനങ്ങോട്ട് ഒപ്പിട്ട് പോയതാണ്. വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മളെ ഈ അയ്യപ്പന്മാരെ പിടിച്ചു നിർത്തി വിളിയടാ ശരണയ്യപ്പ എന്ന് വിളിക്കാൻ പറഞ്ഞാൽ വിളിക്കൂലേ, നമ്മൾ വിളിക്കൂലേ, അങ്ങനെ പറയണ ഒരു അയ്യപ്പനും ഇല്ല കേട്ടോ. ഇവിടെ ഇല്ല, വല്ല യു പിയിലോ ഉത്തരേന്ത്യയിലോ വല്ല ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇവിടെ ഇല്ല. ഇവിടെ ആ ജാതി പരിപ്പൊന്നും വേഗാത്ത സ്ഥലം ഇതുവരെ. നാളത്തെ കാര്യം അതൊക്കെ അറിയുള്ളൂ, നമുക്കറിഞ്ഞൂടാ. അങ്ങനെ അതുവരെ പറഞ്ഞ് അയ്യപ്പനൊപ്പിടേണ്ടി വന്നു. അയ്യപ്പനൊപ്പാണ് എന്ന് പറഞ്ഞ് ഒഴിയേണ്ടി വന്നില്ലേ? വന്നു. പക്ഷേ ചോദ്യം പ്രസക്തമായിരുന്നു, എവിടെ കയക്കും? അങ്ങനെ ഈ രൂപത്തിൽ ആളുകളെ ജിന്നു ബാധിച്ചവരെ അയക്കാൻ വേണ്ടി മുദ്രാവാക്യം വിളിച്ച്, കേന്ദ്രമുണ്ടാക്കാൻ മുദ്രാവാക്യം വിളിച്ച് പുറത്തേക്ക് ചാടിപ്പോയി. ആ ചാടിപ്പോയിട്ട് ചാടി വിഷ്ടം എന്നുള്ളത് അതിന്റെ ഭ്രൂണാവസ്ഥയിൽ, അത് വയറ്റിലായിരുന്നു ഒന്ന്, പുറത്ത് ചാടിയിട്ടില്ല. അതിങ്ങനെ 7 മാസം 8 മാസം ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ് വരണേ ഉള്ളൂ ആളുകൾ. ആ സന്ദർഭത്തിൽ എന്തായിരുന്നു പുറത്തു പോയതിനു ശേഷം നിങ്ങൾ സ്വന്തത്തോട് തന്നെ പറഞ്ഞത് കേൾക്കാൻ കഴിയും? എന്തായിരുന്നു അത്? പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇനിയിപ്പോ ജിന്നും ഷിഹറും റുക്കിയാശറിയൊക്കെ ദഹിക്കാത്തവരുണ്ട്, ഇപ്പൊ തന്നെ മാറി നാളി. നടക്കൂലത്, ഞോലി കൊണ്ട് നടക്കാനാവൂല. ചില ആൾക്കുണ്ട്, ഇതിപ്പോ ആളൊക്കെ കൂടിയപ്പോ നഞ്ഞ് ഇതിന്റെ ഒപ്പം നിൽക്കാന്നുണ്ട് വന്നിട്ടേ ആ റുക്കിയ, അത് നമ്മൾ പറയണ്ട, റുക്കിയ നിർത്തി. ആരെങ്കിലും ചെറിയ ചെറുപ്പക്കാരെ എവിടെയെങ്കിലും പറഞ്ഞെങ്കിൽ മറ്റുള്ള ഭൂരിഭാഗം പറയാതായി അല്ലേ? അവിടെയൊക്കെ നിഞ്ഞു പോണത് ജിന്നും ഷീറും റുക്കിയാശറയൊക്കെ അറിയാത്തല്ലോ. എപ്പോഴും നമ്മളെ കൂടെ ഉള്ളവരും പലരും അവർക്ക് അറിഞ്ഞുകൂടാ. ഇനി നമ്മളിത് പറയണ നിത്യം ആരാ പറയാ ഇത്? അവിടെ നമ്മൾ തന്നെ പറയണം. ആരോടായി പറഞ്ഞത്? പുറത്ത് ചാടിയിട്ടാ പറഞ്ഞത്. മറന്നുപോയോ നിങ്ങള്? അവസാനം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ കസേരകൾ നിരന്നു. ആദ്യം കസേരയൊന്നുമില്ല. ആളുകൾ ഇപ്പൊ എല്ലാത്തിനും കൂടി പ്രശ്നം ഉണ്ടെന്ന് കണ്ടാൽ ഇപ്പൊ റോഡിൽ അപകടം നടന്നു, എല്ലാവരും കൂടെ ഓടിക്കൂടും. എല്ലാരും സഹകരിക്കാൻ വന്ന ആൾക്കാരൊന്നും അല്ല, അത് കാണാൻ വന്ന ആൾക്കാരാ. 2 ആൾ റോഡുമേ തല്ലുകൂടുന്ന് വിചാരിക്കുക. ആളുകൾ ഓടിക്കൂടും. തല്ല് കഴിഞ്ഞിട്ട് ഒരാൾ നോക്കിയിട്ട് പൊടച്ചോര് ഇതൊക്കെ എന്റെ ഫാൻസ് ആണല്ലോ എന്ന് വിചാരിക്കട്ടെ. അവർ അടി നടന്നപ്പോ കാണാൻ വന്ന ആൾക്കാരാ. ഇതുപോലെ ഇവര് പരിപാടി വെച്ചു. മന്ദലാംകുന്നിൽ ഒരാൾ കരയാൻ വന്നപ്പോ അവിടെ കുറെ ആളുകൾ കരച്ചിൽ എന്താണ് സംഭവം കാണാൻ വന്നതാണ്. മഞ്ചേരിയിൽ പരിപാടി വെച്ച് VP ഹാളിൽ പുറത്താണ് ഒക്കെ കണ്ടപ്പോ ഇവർ വിചാരിച്ചു ഭയങ്കര സംഭവമാണ്. അങ്ങനെ ആളുകൾ കൂടിക്കഴിഞ്ഞു. കസേരകൾ നിരത്താൻ തുടങ്ങി കഴിഞ്ഞപ്പോ അന്യായമായ കസേര നിരത്തൽ. കാരണം വെച്ചാൽ നമുക്കറിയാം, സാധാരണ ചൂണ്ടയിടുന്ന ആൾക്കാരുണ്ട്. ചൂണ്ടയിടുന്ന ആളുകൾ വെള്ളത്തിൽ ചാടുവോ? ഇല്ല. ഒരു കരക്ക് നിന്ന് അതിന്റെ നമ്മുടെ ചൂണ്ടക്കുളത്തിന്റെ മുനമ്പിൽ അതിന്റെ തുമ്പത്ത് ഒരെര ഇങ്ങനെ കൊളുത്തും. ആ ഇരയായിരുന്നു പാവം സക്കരിയ സലാഹി. ആ ഇരയായിരുന്നു പാവം മുജാഹിദ് ബാലുശ്ശേരി. അജാതി ഇരകള് മണ്ണ് മാന്തി എടുത്ത ഒരൽപ്പം ചീർത്തു വീർത്ത ഇരകളെയൊക്കെ ഇട്ട് വെള്ളത്തിലേക്ക് ഇട്ടു. വന്ന മീനൊക്കെ കൊത്തി കരയിലേക്ക് ഇട്ടു. അവസാനം നോക്കുമ്പോ ഇര ഉള്ളിൽ പോയി. ആരുടെ? മറ്റവരുടെ ഉള്ളിൽ പോയി. അവസാനം മൂപ്പര് കൊട്ടയും കൊണ്ട് ഇങ്ങനെ പോവാണ്, കൂടെയും കൊണ്ടിട്ട്. അപ്പൊ ഇയാൾ ഉള്ളിൽ കിടന്ന്, ഞാൻ എൻ്റെ ഉള്ളിലുണ്ട്, ആർക്ക് വേണം നിന്നെ? ആളെ പിടിക്കുന്നത് വരെ ചൂണ്ടക്കുളത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ അതിന്റെ തലപ്പത്ത് ചുറ്റാൻ വേണ്ടി മാത്രം ഉപയോഗിച്ച നിന്നെ ആർക്ക് വേണം? കസേര നിരന്നു. സക്കരിയ മൗലവി പറഞ്ഞു, ഉലമാക്കൾ നിയന്ത്രിക്കണം, പണ്ഡിതന്മാർ നിയന്ത്രിക്കണം. അപ്പൊ TK അഷ്റഫും CP സലീമൊക്കെ ചോദിച്ചു, അല്ല അപ്പൊ നമ്മളിവിടെ പോകും? ഉലമാക്കൾ നിയന്ത്രിക്കാൻ നിന്നാൽ, അവര് സെക്രട്ടറി ആകാൻ നിന്നാൽ, അവര് പ്രസിഡന്റ് ആകാൻ നിന്നാൽ ഞങ്ങൾ എവിടെ പോകുമെന്ന് ചോദിച്ചുകൊണ്ട് കരടുമുക്കി അവര് കാര്യം കണ്ടു. ഞാൻ ആ ഭാഗത്തേക്ക് പോവല്ല, നേരെ മറിച്ച് വെട്ടിച്ചിറയിൽ വന്ന് ഇതുമായൊന്നും ഈ മന്ത്രവാദമായൊന്നും ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു പോകാമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ശ്വാസം മുഴുവിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതൊക്കെ ഞങ്ങളൊക്കെ പോണം മണ്ണിനടിയിലേക്ക്. എന്നിട്ട് നിങ്ങൾക്ക് വരാം, എന്നിട്ട് ഇറങ്ങാം, എന്നിട്ട് ഇംഗ്ലീഷ് പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കാം. ഞങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ സമുദായത്തോട് ചെയ്ത, ആയത്തിനോടും ഹദീസിനോടും ചെയ്ത, ഇസ്ലാമിക പ്രമാണങ്ങളോട് ചെയ്ത, സലഫിയ്യത്തിനോട് ചെയ്ത ഈ ക്രൂരത, മുസ്ലിം ഉമ്മത്തിനെ നരബലി നടത്തുവാൻ വലിച്ചെറിഞ്ഞിട്ട് കൊടുക്കുന്ന ഈ ക്രൂരത,
അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ എത്ര വലിയവന്മാരായിരുന്നാലും അവർ രക്ഷപ്പെടുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കണം, അറിയണം. നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് സക്കരിയ സ്വലാഹി ഈ കസേര പേരിൽ പുറത്തുപോയി. അപ്പോൾ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞൊരു വാചകമുണ്ട്, സക്കരിയ സ്വലാഹിയുമായി ഞങ്ങൾക്ക് ഒരു വിയോജിപ്പുമില്ല, സംഘടന പ്രശ്നമല്ലാതെ. അദ്ദേഹത്തിന്റെ അഖീദ തന്നെയാണ് ഞങ്ങളുടെയും അഖീദ. കേട്ടോളൂ അദ്ദേഹം പറഞ്ഞ വാചകം കേട്ടോളൂ കൃത്യമായി തന്നെ. മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിന്നു ഫഹുവ റദ്ദ്. ഞാൻ അർത്ഥം വെച്ചിട്ടുണ്ട്. അതായത് ഈ ദീനിലില്ലാത്തത് തള്ളണമെന്ന് പഠിപ്പിച്ച ആളാ ഇബ്നു തൈമിയ്യ. ഞാൻ പറയുന്നു ദീനില്ലാത്ത നല്ല ഉദ്ദേശമല്ല, ഒരു ഉദ്ദേശം ഉണ്ടായിട്ട് അള്ളാഹ് കൂലി തരില്ല. ദീനിൽ പഠിപ്പിക്കാത്തത് ചെയ്യാൻ പറ്റൂല. ഞാൻ ഒരു അപ്പൊ ഇബ്നു തൈമിയ്യ അങ്ങനത്തെ പൊടങ്ങളമാരി ഇപ്പൊ നിങ്ങൾ ഖുർആൻ പറഞ്ഞ സക്കരിയ അടക്കം പോയി ഇവിടുന്ന്. അതപ്പൊ ഉണ്ടായത്. അപ്പൊ ഞാൻ ഇബ്നു തൈമിയ്യ അജ്റുൻ അലീം എന്ന് പറഞ്ഞ സംഗതി ദീനില്ലാത്തൊരു സംഗതി അജ്റുൻ അലീം എന്ന് പറയില്ല. നിങ്ങളാണ് വീട്ടിൽ നിന്ന് മനസ്സിൽ ചിന്തിക്കണ്ടേ. അപ്പൊ ഞങ്ങൾ ഉദ്ദേശത്തോടു കൂടി ശരി പറഞ്ഞു പറഞ്ഞല്ലോ. ഇതല്ലേ ഉള്ളൂ, ഇതല്ലേ പറയാനുള്ളൂ. ഏതാണ്ട് നൗസാദ് പോയ പോക്ക് പോയിട്ടില്ല. നൗസാദ് പോയൊരു പോക്കുണ്ടല്ലോ, ആ പോക്ക് പോയിട്ടില്ല. അത് മജീദിനും അറിയാം. ഒതുക്കുക മുഖാമുഖത്ത് നമ്മൾ ചോദിച്ചാൽ നൗസാദ് ധൈര്യം ഉണ്ടോ അവിടെ വരാന്നുള്ളത്. പിന്നെ അവിടേക്കെന്നല്ല ഓലെ പെരീക്കനെ വരും ഞാൻ കേട്ടത്. അപ്പൊ ആ പോക്ക് ഏതായാലും സക്കരിയ സ്വലാഹി പോയിട്ടില്ല. അദ്ദേഹം അക്കീദിൽ നിന്നും ആദർശം തെറ്റിപ്പോയിട്ടില്ല. സംവിധാനം എങ്ങനെ വേണം വേണ്ട അവിടെ ചർച്ചയുള്ളൂ. അല്ലാതെ ആദർശത്തിലോ അല്ലെങ്കിൽ സലഫിയത്തിലോ അക്കീദിലോ മൻഹജിലോ ഒരു വ്യത്യാസമില്ല. അപ്പൊ ആ പോക്ക് ഏതായാലും സക്കരിയ സ്വലാഹി പോയിട്ടില്ല. അദ്ദേഹം അക്കീദിൽ നിന്നും ആദർശം തെറ്റിപ്പോയിട്ടില്ല. സംവിധാനം എങ്ങനെ വേണം വേണ്ട അവിടെ ചർച്ചയുള്ളൂ. അല്ലാതൊരു വിയോജിപ്പുമില്ല. അപ്പൊ സക്കരിയ പറയുന്ന റുഖിയ ശർഇയ്യയും ഈ പറയുന്ന ചികിത്സയൊന്നും ഇവർക്ക് എന്തില്ല, വിയോജിപ്പില്ല. അതൊക്കെ ശരി തന്നെയാണ്. സംഘടനാ പ്രശ്നം അതെങ്ങനെ വേണം എന്ന കാര്യത്തിൽ മാത്രമാണ് വിയോജിപ്പ്. എന്നിട്ടല്ലേ നിങ്ങൾ ഇവിടെ വന്ന് പറയും ഞങ്ങളുമായി ബന്ധമില്ല, അത് ഞങ്ങളുടെ ആളുകളല്ല, ഞങ്ങളെ തെറി പറയുന്ന ആളുകളാണ്. അതൊരു കറാമത്തായി കൂട്ടിയാൽ മതി. കാരണം വെച്ചാൽ ഈ പുസ്തകം ഇറങ്ങിയ നേരത്ത് എറണാകുളത്ത് വെച്ച് നടന്ന ഒരു സംവാദമുണ്ട്. ആ സംവാദത്തിന് നമ്മൾ ഇവിടെ വിളിച്ചിരുന്നു. പക്ഷെ ആ സംവാദത്തിന് ഇവരെന്തെടുത്തു ഈദാന്റെ കത്തും കൊണ്ടുവന്നു. ഈദാൻ സൗദിയിലുള്ള ഒരാളാ. ഈ പുസ്തകം, ആ പുസ്തകത്തിൽ ഖുർആൻ എതിരുണ്ട്, ഹദീസിനെതിരുണ്ട് എന്ന് ഇവർ വാദിച്ചപ്പോ നമ്മൾ പറഞ്ഞു വാ, ധൈര്യമുള്ളവൻ നേരിട്ട് വാ. അവസാനം ഇവർ സംവാദത്തിന് ഒരുങ്ങി കരാറൊക്കെ എഴുതി എറണാകുളത്ത് സംവാദത്തിന് വേണ്ടി ഞങ്ങൾ രാവിലെ വരുമ്പോൾ ഒരു കത്തും കൊണ്ട് നിൽക്കാണ് ഇവര്. കത്തിൽ എന്താ ഉള്ളത്? ഈദാന്റെ കത്താണ്. ഈദാന്റെ കത്ത് ഇതാ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഈദാന്റെ കത്ത് അന്ന് സംവാദം നടത്താതിരിക്കാൻ സൗദി അറേബ്യയിൽ നിന്ന് സ്പെഷ്യൽ കത്ത് വാങ്ങി വന്നതാണ് ഈദാന്റെ കത്ത്. ഈ കത്ത് പ്രസിദ്ധീകരിച്ച എവിടെയാണ്? ഈ പുസ്തകത്തിൽ. നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടേ. നിങ്ങളുടെ ചെലവിൽ നിങ്ങൾ ബുക്കാക്കി കയ്യിൽ തന്നതാണ്. മനസ്സിലാക്കണം. ഈ ബുക്ക്, ആ ബുക്കിനെതിരെ ഈദാന്റെ കത്തും കൊണ്ട് വന്ന രേഖയാണ്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് വിശദീകരിക്കാം. ചുരുക്കി പറഞ്ഞാൽ ഈ രൂപത്തിൽ ഈ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, ആ കാര്യങ്ങളെപ്പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്ന ആളുകൾ കേരള ജംഇയ്യത്തുൽ ഉലമ പക്വമായ ഒരു നിലപാട് ആ വിഷയത്തിൽ സ്വീകരിച്ചപ്പോൾ അതിനെപ്പോലും ചോദ്യം ചെയ്തു വന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് നിർവഴിയെന്ന്, എന്താണ് ഈ വിഷയത്തിൽ പറയേണ്ടത് എന്ന് ബോധ്യപ്പെട്ടില്ല എന്നുള്ളത് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ സക്കരിയ സ്വലാഹിയുടെ നിലപാട്, ആ നിലപാടുകൾ തന്നെയാണ് ഞങ്ങളുടെ നിലപാട് എന്ന് പറഞ്ഞ ആളുകൾ, വിശദീകരിച്ച ആളുകൾ, പറഞ്ഞ ആളുകൾ പിന്നീട് അതെല്ലാം വിസ്മരിച്ചുകൊണ്ട് മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ വന്ന് പറയുകയാണ് ഫിറോസിന്റെ ചികിത്സ നടത്തിയ ആള് ഞങ്ങൾ തെറി പറയുന്ന ആളാണ്. ആ തെറി പറയുന്ന ആളിന്റെ രേഖയുമായിട്ടാണ് അന്ന് ആ സംവാദത്തിന് ചില ആളുകൾ വന്നത്. അന്ന് ആ തെറി പറയുന്ന ആള് തന്റെ ഫയലിന്റെ മുന്നിൽ എഴുതി വെച്ചൊരു വാചകമുണ്ട്, KJU കഴുതകൾക്ക് മറുപടി എന്ന്. ഈ മന്ത്രവാദി ഇപ്പൊ അയാൾ പറയണത് കുറച്ചുകൂടി ദറജ കൂടിക്കഴിഞ്ഞപ്പോ ഇവിടുന്ന് പറയാൻ പറ്റൂലത്. ഈ ചൈനക്കാർ തിന്നുന്നൊരു സാധനമുണ്ട്. ചൈനക്കാർ തിന്നുന്നൊരു സാധനം നമ്മുടെ വെളിയങ്കോട് ഉമർഖാദി പറഞ്ഞില്ലേ, അക്കാലു കൽബിൻ ചീനനാരു ഖാലു ലഹു കശാത്തിൻ നാലു കാലും വാലു. ഈ അക്കാലു കൽബിൻ, ഈ കൽബില്ലേ, കൽബ് നായ, ആ നായ തിന്നുന്ന ആളുകളാണ് ആര്? ചീനനാരു, ചൈനക്കാര്. ഖാലു, എന്നിട്ട് ഈ നായ തിന്നിട്ട് ഒരു പറയും ലഹു കശാത്തിൻ നാലു കാലും വാലു. ഇതിനും നമ്മുടെ താടിനെ പോലെ 4 കാലും ഒരു വാലുമാണ് ഉള്ളത്, രണ്ടും ഈക്വലാണ് എന്ന് പറഞ്ഞ
അങ്ങനെ ആ ചൈനക്കാര് തിന്നുന്ന ആ 4 കാലുള്ള വാലുള്ള ജീവിയുടെ മോനെ അത് ഇയാൾ വിളിക്കുള്ളൂ. ആര്? ഈ റാഖിം വായെടുത്താല് അതേ പറയുള്ളൂ. അപ്പൊ ഫൈസലിനെ ഒന്ന് വിളിച്ചു, ഹുസൈൻ സലഫി ഒന്ന് വിളിച്ചു, അങ്ങനെ ഓരോരുത്തരെ മൂപ്പര് ആരെ വേണേലും വിളിക്കും. അതൊന്നും ബേജാറൊന്നുമില്ല. അത് മന്ത്രം ഈ രൂപത്തിൽ മന്ത്രം നടത്തുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ ആ ജാതി എല്ലാ ശൈത്വാനിയത്തും എല്ലാ പൈശാചികതയും അവരെ പ്രകടിപ്പിക്കും. അല്ലേ? അതിപ്പോഴാണ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത് അല്ലേ? ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത്, ഇപ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലായത്. ഇത് സംഗതി പോക്കാണ് അല്ലേ? 2 എണ്ണം കിട്ടേണ്ടി വന്നു. ആയത്തോതിയപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഹദീസ് പറഞ്ഞപ്പോ മനസ്സിലായില്ല, ബുക്കിറക്കി തന്നിട്ട് മനസ്സിലായില്ല. 2 എണ്ണം അവിടുന്ന് തൊള്ളേത് കിട്ടിയപ്പോ നിങ്ങൾക്ക് മനസ്സിലായി ഇത് സംഗതി ശരിയല്ല. എന്നിട്ട് ഇവിടെ വന്ന് എന്താ പറഞ്ഞത്? ഇവിടെ വന്ന് പറയുകയാണ് എന്ത്? കേട്ടോളൂ, അദ്ദേഹം പറഞ്ഞത്. ഇവിടെ പ്രസംഗിച്ചത് എന്താ? ഒക്കെ രംഗത്ത് വരുന്നത് ഇവിടെ മഞ്ചേരിക്കപ്പുറത്ത് കരുളായി ഫിറോസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ ജീവനാണ് ഈ രംഗത്ത് നഷ്ടപ്പെട്ടത്. നമ്മളൊക്കെ വായിച്ചു പോയ വാർത്തയാണ്. അല്ലാഹു ആ സഹോദരന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അന്ധവിശ്വാസങ്ങളുടെ പിടിയിൽ അകപ്പെട്ട് കുടുംബം അയാളെ കൂട്ടിക്കൊണ്ടുപോയി ഏതോ മഞ്ചേരിയിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്ന ഏതോ ഒരു മനുഷ്യൻ, അയാള് റുഖിയ ശറയ്യ എന്ന പേരിലാണത്രേ കേന്ദ്രമുണ്ടാക്കിയത്. എങ്ങനെ അങ്ങനെ കേന്ദ്രമുണ്ടാവുക? ഇസ്ലാമിക പ്രമാണങ്ങൾ റുഖിയ ശറഇയ്യയുണ്ട്. പക്ഷേ റുഖിയ ശറഇയ്യ ഒരു ഏർപ്പാടല്ല, അത് വരുമാന മാർഗമല്ല. അപ്പുറത്തുള്ളവൻ റുഖിയ ശിർക്കിയ വരുമാന മാർഗമാക്കി മാറ്റുമ്പോ ഇപ്പുറത്തുനിന്ന് റുഖിയ ശറഇയ്യ ആയിക്കോട്ടെ നമ്മുടെ വരുമാന മാർഗം. അങ്ങനെ വരുമാന മാർഗമില്ല. അങ്ങനെ വരുമാന മാർഗമില്ല എങ്കിൽ പിന്നെ ഈ സാധനം ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു? അങ്ങനെ ഒരു കാര്യം തന്നെ ഇല്ലെങ്കിൽ പിന്നെ ഈ സാധനം ഉണ്ടാക്കേണ്ടതുണ്ടായിരുന്നോ? നേരത്തെ നടത്തിയ വെല്ലുവിളികൾ മറന്നുപോയോ? മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ ഒരു സാധനമില്ല എന്ന് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു ജനതയെ, തൗഹീദിൽ ചലിച്ച ഒരു ജനതയെ, ആ ജനത ഇത് പറഞ്ഞുകൊണ്ടല്ലേ ചാടിച്ചത്. ഇനി മാത്രമല്ല പിന്നെ എങ്ങനെയാ റുഖിയ നടത്തേണ്ടത്? മന്ത്രവാദിയൊക്കെ പോലെ പിന്നെ എങ്ങനെയാ പറഞ്ഞു നോക്ക്. KNMകാര് പറയുന്നത് അടിക്കുറിപ്പ് അടിവരയിട്ട് മൂപ്പര് വീണ്ടും ആവർത്തിച്ച് പറയണ കേട്ടുള്ളൂ. എങ്ങനെയാ നടത്തേണ്ടത്? മുമ്പ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ മുഴുവൻ പ്രബോധകന്മാരെയും സംഘടിപ്പിച്ചുകൊണ്ട് മലപ്പുറത്ത് വെച്ച് ഒരു പ്രബോധന സംഗമം സംഘടിപ്പിക്കുകയുണ്ടായി. അന്ന് ആ പ്രബോധന സംഗമത്തിൽ റുഖിയ ശറഇയ്യ ചർച്ച വന്നു. ഏതാണ്ട് 2-3 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അന്ന് അബ്ദുൽ ജബ്ബാർ മൗലവി ദമാമിൽ സൗദിയിലെ മതകാര്യ വകുപ്പിന് കീഴിൽ ഔദ്യോഗിക പ്രബോധകരായി ജോലി ചെയ്യുന്ന അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനി, അദ്ദേഹമാണ് ഒരു ക്ലാസ് അദ്ദേഹം എന്ന് കൈകാര്യം ചെയ്തത്. അന്ന് റുഖിയ ശറഇയ്യയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം സംസാരിച്ചപ്പോൾ ഒരാൾ ചോദിച്ചു, റുഖിയ ശറഇയ്യ പഠിച്ചവർ നാട്ടില് ഒരാളെങ്കിലും ഉണ്ടാകണ്ടേ എന്ന്. അത് അബ്ദുൽ ജബ്ബാർ മൗലവി നൽകിയ മറുപടി ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, ഒരാളല്ല, എല്ലാവരും പഠിക്കണം, എല്ലാവരും റുഖിയ നിർവഹിക്കേണ്ടവരാണ്. ഒരു വീട്ടിലെ എല്ലാ മനുഷ്യന്മാരും റുഖിയ പഠിച്ചവരാകട്ടെ, അതിന് ആളെ തേടി പോകേണ്ട കാര്യമില്ല. ഒരാൾ മാത്രം അയാൾ റുഖിയ നടത്തുന്ന ആളാ, അയാൾ റാഖിയ എന്ന് പറഞ്ഞ് അയാൾ പ്രത്യേകം വേഷം കെട്ടി അയാൾക്കൊരു വരുമാനമായി അയാൾ ഒരു കേന്ദ്രം സ്ഥാപിച്ച് അവിടെ പരിശോധന സമയം വെച്ച് അങ്ങോട്ട് ആളുകൾ ഓടിച്ചെന്ന് അയാളെ അതുകൊണ്ട് ജീവിച്ചു പോകുന്ന ആ ഒരു ഏർപ്പാടല്ല റുഖിയ ശറഇയ്യ എന്നത്. ഇസ്ലാമിക് ഓർഗനൈസേഷൻ എല്ലാ കാലത്തും അതിശക്തമായി തന്നെ ഈ രംഗത്ത്, എല്ലാ കാലത്തും എന്ന് പറഞ്ഞത് കളവ്. എല്ലാ കാലത്തും ഞങ്ങൾ എങ്ങനെയാ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ പിന്നെ എപ്പിയോട് ചോദിക്കണോ? TP ഇതുവരെ മറുപടി പറഞ്ഞില്ല എന്ന് പറയണോ? അത് പറഞ്ഞൊരാളെ താങ്ങിക്കൊണ്ട് നടക്കണോ? അതിന്റെ പേരിൽ ഒരു സംഘടന ഉണ്ടാക്കണോ? എല്ലാ കാലത്തും ഞങ്ങൾ പറഞ്ഞതാണ്. ഇപ്പൊ എല്ലാവരും എല്ലാവരും റുഖിയ പഠിച്ചാൽ മതി എല്ലാവരും അല്ലേ? ഇതല്ലേ അമാനി മൗലവി നേരത്തെ പറഞ്ഞത്? പുതിയൊരു നിയമം ഉണ്ടാക്കണമായിരുന്നു, അതില് പുതിയൊരു സിദ്ധാന്തം ഉണ്ടാക്കണമായിരുന്നോ? അതല്ലേ അമാനി മൗലവി പറഞ്ഞത്? അതല്ലേ കേരള ജംഇയ്യത്തുൽ ഉലമ ഇറക്കിയ പുസ്തകത്തിൽ പറഞ്ഞത്? ഇപ്പോ എല്ലാവരും അങ്ങോട്ട് റുഖിയ നടത്തിയാൽ മതി, ഒരു കേന്ദ്രത്തിലേക്ക് പോകണ്ട. വെളിവ് ബോധം ട്യൂബിനെക്കാളും താമസിച്ചാണ് കത്തുന്നത്. സ്വിച്ച് ഇട്ടാലേ ഒറ്റടിക്കായിട്ട് കത്തണില്ല, പയ്യെ മെല്ലെ കത്തി വരികയാണ്. എന്ന് മാത്രമല്ല, ഇപ്പോ ഒരു കാര്യം കൂടി പറയുന്നു, കേട്ടോളൂ. ഇവിടെ പറഞ്ഞതാണ് എന്താ? അത് സ്വന്തത്തിന് തന്നെ കൃത്യമായ വ്യക്തമായ മറുപടി നൽകുകയാണ്. എന്താണിത്?
കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ കാണുന്നതെല്ലാം സിഹറാണ് എന്നല്ല പലർക്കും തോന്നുകയാ. അത് സിഹറായിരിക്കാം, ഇത് സിഹറായിരിക്കാം, എന്തുണ്ടായാലും അതൊക്കെ സിഹർ എന്ന് പറയാ, അതൊക്കെ ബാധ എന്ന് പറയുക. ആർക്കാ സഹോദരന്മാരെ സാധിക്കുക? കരൾ രോഗം ബാധിച്ചപ്പോഴും പറഞ്ഞുവെന്ന അത് ഗണപതി കൂടിയതാണത്. ആരാത് പറയാൻ കഴിയുന്നവൻ? ആർക്കാത് ഉറപ്പിക്കാൻ പറ്റാം? ഈ കൂടുതൽ ഭഗവതിയാണ് എന്ന് ആര് പറഞ്ഞു ഇവനോട്? അത് ഇന്ന ഭാഗത്താണെന്ന് ആര് പറഞ്ഞു ഇവനോട്? എന്നിട്ട് കശ്മിലൂടെ കിട്ടിയെന്നാണ് ഇവനെ ഹാജരാക്കിയിട്ട് അവനോട് ചോദിച്ചറിഞ്ഞുവെന്നാണ്. അങ്ങനെ ചോദിച്ചറിഞ്ഞ പറഞ്ഞാൽ തന്നെ വിശ്വസിക്കാൻ പറ്റോ? ഒരിക്കലുമില്ല. എന്റെ ഇത്തരം ബാധ എന്ന് പറഞ്ഞാൽ തന്നെ ശൈത്വാനിയത്താണ്, പൈശാചികതയാണ്. അത്തരം പിശാചിനെ ഹാജരാക്കി ആ പിശാച് വലുതും പറഞ്ഞാൽ അതെങ്ങനെയാ കൂട്ടരാ അത് വിശ്വസിക്കാൻ പറ്റുക? അത് അടിസ്ഥാനമാക്കി എങ്ങനെയാ തീരുമാനമെടുക്കാൻ പറ്റുക? എന്ന് അവനും തീരുമാനിയ ഇത് സിഹിറ, ഇന്നാണ് ചെയ്തതാ. ഓഹോ, എന്നാ പിന്നെ അവനെതിരെയായി പിന്നെ പ്രവർത്തനങ്ങൾ അവനുമായി തെറ്റിക്കാനുള്ള വഴി എന്നല്ലാതെ മറ്റെന്താ ഉള്ളത്? അതല്ലെങ്കിൽ അത് ഇന്നവന്റെ ദോഷമാ, അത് ഇന്നാണ് ചെയ്തതാ, അത് മറ്റേ അയൽവാസിയുടെ വകയാ, ഇത് ഈ ബന്ധുവിന്റെ വകയാ, ഇന്നാണ് ചെയ്തതാ എന്ന് പറഞ്ഞ് വല്ലതും പറഞ്ഞു കൊടുക്കുമ്പോ അതടിസ്ഥാനമാക്കി അത് സിഹിർ തന്നെ എന്ന് തീരുമാനമെടുത്ത് ബാക്കി അതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ ഒരു പ്രമാണങ്ങളും നമുക്ക് അനുവാദം നൽകുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എങ്ങനെ മനസ്സിലാക്കും ഇത് ബാധയാണെന്ന്? എങ്ങനെ മനസ്സിലാക്കും? ഇത് ആര് പറഞ്ഞു തരും? എങ്ങനെ മനസ്സിലാകും ഇത്? ഇപ്പൊ ചോദിക്കാൻ അന്ന് എഴുതിയ തെളിവുകളോ? ഇത് മറ്റുള്ളവർക്കും മനസ്സിലാകും എന്നുള്ളതിന് എഴുതിയ തെളിവ്, എഴുതി സമർപ്പിച്ച രേഖകള്, അതിൽ സക്കരിയ സലാഹി അത് എടുത്തുദ്ധരിച്ച ബുക്ക്, വിസ്ഡം വിഭാഗം ഇറക്കിയ ബുക്ക്, ഇതിൽ കൊണ്ടുവന്ന തെളിവുകളൊക്കെ ഇനി എന്ത് ചെയ്യും? എല്ലാവർക്കും അറിയാൻ കഴിയും അത് ജിന്നു കൂടിയതാണോ, ജിന്നാണോ അല്ലേന്ന് അറിയാൻ കഴിയും, സിഹറാണോ അല്ലേന്ന് അറിയാൻ കഴിയും എന്ന ആ വിശദീകരണം നൽകിയ രേഖകൾ 38 പേർ എഴുതി ഒപ്പിട്ട് കൊടുത്ത ആ രേഖയിലുള്ളത് ഇനി എന്ത് ചെയ്യും എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരിതുമായിട്ടൊരു ബന്ധമില്ല. ഇത്രയും വ്യക്തമായി ബന്ധമില്ലാതെ, ആ ബന്ധമൊന്നും ഇല്ലാതെ ഇവരൊക്കെ നിഷേധിക്കുന്ന കാര്യത്തിൽ പിന്നെ എന്തിനൊരു ആരോപണം ഉന്നയിക്കണം? ഞാനിതിന് വളരെ മുമ്പ് ഒരു മറുപടി പുത്തനത്താണിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആലപ്പുഴ ജില്ലയുടെ വടക്കേ അറ്റമായ വടുതല എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു സംഭവം ഉണ്ടായി. ആ സംഭവം ആ സദസ്സിൽ ആ സംഭവം അവിടെ നടത്തിയ മുഖാമുഖത്തിൽ ഒരാൾ വന്ന് ചോദിക്കാൻ, ആ നാട്ടുകാരനായ ഇതിന് വിധേയനായ, ഈ പ്രയാസത്തിന് വിധേയനായ ഒരാൾ വന്നിട്ട് ചോദിക്കാൻ. ആ ചോദ്യം എന്താണ് നിങ്ങൾ കേട്ടു നോക്കൂ. ആ ചോദ്യം ഒന്ന് കേട്ടു നോക്കൂ. 11 ആ ചോദ്യം കാണാൻ കഴിയും. എന്തായിരുന്നു ആ ചോദ്യം? എൻ്റെ പേര് ലാജിത് എന്നാണ്. എൻ്റെ സ്വദേശം വടുതല തന്നെയാണ്. വിശ്വാസവും അന്ധവിശ്വാസവും എന്ന ഈ ടോപ്പിക്ക് വളരെ പ്രസക്തമായ ടോപ്പിക്കാണ്. അതുകൊണ്ട് ഈ ടോപ്പിക്ക് വെച്ചിട്ട് മുഖാമുഖം നടത്തിയ ഈ സംഘാടകരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നു. എനിക്ക് കഴിഞ്ഞ 1-ാം തീയതി ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടായി. എൻ്റെ വീട്ടിലെ അയൽവാസികളുമായി എനിക്ക് കാര്യമായ യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. എന്നാൽ 1-ാം തീയതി അവർ വന്നിട്ട് അവരുടെ വീട്ടിൽ കുറച്ച് പ്രയാസങ്ങളുണ്ട്. അതിന് കാരണം എൻ്റെ മാതാവ് അവർക്കെതിരെ സിഹിർ ചെയ്യുന്നു എന്നാണ് ഒരു ആരോപണം. വളരെയധികം മോശമായ ഭാഷയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് മാതാവിനോട് സംസാരിച്ചത്. അതിനുശേഷം ഞാൻ വന്നപ്പോൾ എൻ്റെ അയൽവാസികളായ 2 പേർ എന്നോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മാതാവ് ഞങ്ങളുടെ വീട്ടിൽ സിഹിർ ചെയ്യുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രയാസങ്ങളാണ്. പിന്നെ ഞങ്ങളുടെ പിതാവിന് മാനസിക പ്രയാസങ്ങളുണ്ട്, ഞങ്ങളുടെ കുട്ടികൾക്ക് മാനസിക പ്രയാസങ്ങളുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രയാസങ്ങൾ, വളരെയധികം വൈകാരികമായിട്ടൊക്കെയാണ് അവർ സംസാരിച്ചത്. അപ്പോൾ പിന്നീട് അതിന് ശേഷം അത് ഒരുപാട് തെളിവുകളൊക്കെ, വ്യാജമായ തെളിവുകൾ, ഞാനത് അന്വേഷിച്ചപ്പോൾ എനിക്കത് മനസ്സിലായി. അപ്പോൾ ഞാനൊന്നും പ്രതികരിച്ചില്ല, കാരണം എൻ്റെ കയ്യിൽ തെളിവൊന്നും ഇല്ലാത്തതുകൊണ്ട്. പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ അതൊക്കെ വ്യാജമായ തെളിവുകളാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്നോട് അവർ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ പിതാവ് ഇപ്പോൾ മരിച്ചിട്ട് 10 വർഷം ആവാറായി, ഇപ്പോൾ 30 വർഷം മുമ്പ് അവർക്ക് സിഹിർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇപ്പോൾ അവർക്ക് തെളിവ് കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ അവർ പറയുന്നത് എന്നെ സഫ്വാൻ എന്ന് പറയുന്ന പൂച്ചാക്കലുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് കൊണ്ടുപോകാം, എന്നിട്ട് സംസാരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, സഫ്വാൻ്റെ അടുത്ത് വരേണ്ട ആവശ്യം എനിക്കില്ല. അതുപോലെ തന്നെ വേറെ എൻ്റെ 1-2 സുഹൃത്ത്, ഷിജു എന്ന് പറയുന്ന ഒരു സുഹൃത്തിനോട് പറഞ്ഞു കണക്ട് ചെയ്ത് തരാം. അപ്പോൾ ഞാൻ ആ ഷിജു എന്ന് പറഞ്ഞ സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ള അറിവുകളല്ലാതെ അവന് യാതൊരു വിധ അറിവുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഞാനിത് ശരിക്കും
ഞാൻ ഒരു സുന്നി മദ്രസയിൽ പഠിച്ച ആളാണ്. പിന്നെ അതിനുശേഷം എൻ്റെ അയൽവാസികൾ മുഖേന തന്നെയാണ് ഞാൻ ഈ KNM-യുമായൊക്കെ ബന്ധപ്പെടുന്നതും KNM-ന്റെ പള്ളിയിലൊക്കെ പോകുന്നതൊക്കെ. പിന്നെ ഈ സുഹൃത്തുക്കളെല്ലാം ഞാൻ എല്ലാ ദിവസവും കാണുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രയാസം ഒരു വീട്ടിലുണ്ടായിട്ട് ഇത് കണ്ട ഒരു സുഹൃത്ത് തൻ്റെ അയൽവാസിയും സുഹൃത്തും തമ്മിലുള്ള പ്രശ്നം പറയാണ്. അപ്പുറത്ത് താമസിക്കുന്ന ആരാ? ഈ ജിന്ന് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ആള്. ഇപ്പുറത്ത് താമസിക്കുന്ന ആരാ? ഒരു KNM-കാരൻ. ഇവരെന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അയാൾ സിഹർ ചെയ്യാണ്. ഇവിടെ ആകെ പ്രശ്നമാണ്, ഉമ്മമാര് തമ്മിലാണ്. ഒരു കുടുംബത്തിലെ ഉമ്മമാര് തമ്മിലാ പ്രശ്നം. ഒരു ഉമ്മ മറ്റേ ഉമ്മയെ കുറിച്ച് പറയാണ്, നീ സിഹർ ചെയ്യാണ് ഈ വീട്ടിലേക്ക്. ആകെ പ്രശ്നമാവുകയാണ്. ഒരു കുടുംബത്തിൽ അയൽവാസികൾക്കിടയിൽ പ്രശ്നമാവുകയാണ്. അവിടെയാണ് ഒരു കഥാപാത്രം പ്രത്യക്ഷപ്പെടുന്നത്. അതാരാ? സഫ്വാൻ എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ. ഇസ്ലാമിക ദഅ്വാ രംഗത്ത് നമുക്ക് പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ. ഒരു കുട്ടിയെ, ഒരു മകനെ എങ്ങനെയാണ് ഇവർ നശിപ്പിക്കുന്നത് എന്നതിന്റെ ദൃഷ്ടാന്തമാണത്. ഈ സമൂഹത്തിന് ഉപകരിക്കേണ്ട, ദഅ്വാ രംഗത്ത് ഉപകരിക്കേണ്ട ഒരു മോനെ എങ്ങനെയാണ് ഇവർ ഈ പറയുന്ന രൂപത്തിൽ അപകടത്തിൽ കൊണ്ടുപോയി എത്തിക്കുന്നത് എന്നുള്ളതിന് തെളിവാണ്. ഈ ചോദ്യം ഉന്നയിച്ചപ്പോ ഫൈസൽ പറഞ്ഞു, കേസ് കൊടുക്കണം നിങ്ങള്, നമ്മളുമായി ഇത് ബന്ധമില്ല. ഒറ്റടിക്ക് വടുതല മുഖാമുഖം. ഞാൻ പറഞ്ഞിട്ട് ക്ലിപ്പ് മുറിച്ചൊന്നും കേൾക്കേണ്ട, നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് കേൾക്കുക. വടുതല മുഖാമുഖം, അതിന്റെ അവസാന ഭാഗത്ത് ഈ രംഗാണ് കാണാൻ കഴിയുന്നത്. ഈ സുഹൃത്തിന്റെ ചോദ്യമുണ്ട്. അതിന് ഫൈസൽ പറയാം, നമ്മളുമായിട്ടൊന്നും ബന്ധമില്ല, അതൊന്നും ശരിയല്ല. അപ്പോൾ ഒരു സുന്നി പ്രവർത്തകൻ എഴുന്നേറ്റു, അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കും. ആ ചോദ്യം അതിന് ഉത്തരവൊന്ന് കേട്ടോളൂ. ഈ കാര്യങ്ങൾ കണ്ടറിയുന്ന, ഇതിന്റെ വാസ്തവം അറിയുന്ന ഒരു സുഹൃത്ത് എന്നിട്ട് ചോദിക്കുകയാണ്. എന്താ ചോദ്യം? ഞാൻ എല്ലാ ദിവസവും കാണുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രയാസം ഒരു വീട്ടിലുണ്ടായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല. അല്ലാഹു അഅലം. ഇൻഷാ അല്ലാഹ് ഇവിടെ ഈ പരാമർശം വന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഏതാനും മിനിറ്റുകൾ ഇൻഷാ അല്ലാഹ് സഫ്വാൻ അതുമായി ബന്ധപ്പെട്ട് ഞാൻ എല്ലാ ദിവസവും കാണുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രയാസം ഒരു വീട്ടിലുണ്ടായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല. ഇവർ വീട്ടിൽ ഭയങ്കര ശബ്ദത്തിൽ എല്ലാ ദിവസവും. അപ്പൊ നമ്മൾ ഈ ഇഷ്യൂ ഉണ്ടായ ശേഷമാണ് ഇത് ചിന്തിക്കുന്നത്. ഭയങ്കര സൗണ്ടിലാണ് ഇങ്ങനെ ഖുറാനൊക്കെ വെക്കുന്നത്. ഖുറാൻ നമുക്ക് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല, നല്ല കാര്യം അൽഹംദുലില്ലാ. പക്ഷെ ഇങ്ങനെ സൗണ്ടിൽ ഖുറാനൊക്കെ വെക്കേണ്ടതുണ്ടോ? അതുപോലെ എൻ്റെ കസിൻസിനോടൊക്കെ ഇവർ പറഞ്ഞത് ഇവരുടെ വീട്ടിൽ ജിന്ന് ഹാജരാക്കി. അതെനിക്ക് വ്യക്തമായ തെളിവില്ല. ജിന്ന് ഹാജരാക്കി, അതിന് സഫ്വാൻ കണക്ഷനൊക്കെ ഉണ്ട്. പിന്നെന്താണ് ഇവർ ടൈൽസ്, വീടിന്റെ ടൈൽസ് ഞാൻ എല്ലാ ദിവസവും കാണുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രയാസം ഒരു വീട്ടിലുണ്ടായിട്ട് വീടിന്റെ ടൈൽസിന്റെ ഉള്ളിൽ നിന്ന് എന്തോ പിന്നെ തകിടൊക്കെ അവർക്ക് കിട്ടി. പിന്നെ പോലീസ്, ഞാൻ എന്തായാലും എന്റെ മാതാവിനെ പ്രൊട്ടക്ഷൻ വേണ്ടി പോലീസ് കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിരുന്നു. ഇവര് ശല്യം ചെയ്തിട്ട് ഉമ്മയെ സംരക്ഷിക്കാൻ പോലീസ് കംപ്ലൈന്റ് ചെയ്യേണ്ടി വരിക, പോലീസിൽ കൊണ്ടുപോയി കംപ്ലൈന്റ് ചെയ്യേണ്ടി വരിക. എന്ന് മാത്രമല്ല, ഇത് കഴിഞ്ഞൊരു സുന്നി സുഹൃത്ത് ചോദിക്കുന്നുണ്ട്, ഞാൻ സമയക്കുറവ് മൂലം ചുരുക്കുകയാണ്. ഇതൊക്കെ ആയിക്കഴിഞ്ഞപ്പോ ഫൈസൽ പറഞ്ഞു, ഇല്ല, ഞാൻ ഇറക്കിയാല് അല്ലെങ്കിൽ സഫ്വാൻ ഇറക്കിയാല് ജിന്ന് പോയിട്ടൊരു മനുഷ്യൻ പോലും ഇറങ്ങൂല. ഞങ്ങൾ ആരും അത് ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, അതിന് മറുപടി പറയാൻ ഫൈസൽ മുസ്ലിയാർ ക്ഷണിക്കുകയാണ്. ആരെ? ഈ പറയപ്പെട്ട സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ. കേട്ടോളൂ, ക്ഷണിക്കുന്നത് നിങ്ങൾ കേട്ടോളൂ. അതാ കേൾക്കാൻ കഴിയുന്നത് 13. അല്ലാഹു അഅലം. ഇൻഷാ അല്ലാഹ് ഇവിടെ ഈ പരാമർശം വന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ഏതാനും മിനിറ്റുകൾ ഇൻഷാ അല്ലാഹ് സഫ്വാൻ അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കും. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് ദീന് പഠിക്കാനുള്ള ഒരു വേദി എന്ന നിലക്കാണ് നമ്മളിത് സംഘടിപ്പിച്ചത്. കഴിവിൻ്റെ പരമാവധി മാന്യമായി തന്നെ ഇത് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. മാനുഷികമായി എവിടെയെങ്കിലും അധികമായി പോയെങ്കിൽ അല്ലാഹു തആല അതെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഈ രംഗത്ത് നമ്മൾ ചെലവഴിച്ച ഊർജവും സമയവും സമ്പത്തും ഒക്കെ നാളെ പരലോകത്ത് ലഭിക്കുന്നില്ലെങ്കിൽ ഇത് വലിയ നഷ്ടം തന്നെയാണ്. അതുകൊണ്ട് അല്ലാഹു തആല ഇതൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. വലിയ ഭാരമേറിയ ഒരു അമലായി നന്മയുടെ തുലാസിലേക്ക് അല്ലാഹു തആല ഇതിനെ നൽകുമാറാവട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾ ഇനിയും വിശദമായി പഠിക്കുക. മുൻധാരണകൾ മാറ്റിവെച്ച് നമുക്കെല്ലാ വിഭാഗങ്ങളുടെയും വിശ്വാസ ആദർശങ്ങളെ പഠനം നടത്തുകയും അതിൽ ശരി ഏത് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടെങ്കിൽ ആ ശരിയുടെ കൂടെ നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതിൻ്റെ ഒരു സമാപനം കൂടി ആയിക്കൊണ്ട് ഏതാനും മിനിറ്റുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയേണ്ടത് മാത്രം, അല്ലെങ്കിൽ കൂടി പറയേണ്ട കാര്യമില്ല. ആളുകളുടെ ശ്രദ്ധയിലുള്ള തെറ്റിദ്ധാരണയുള്ള ഭാഗം വല്ലതും ഉണ്ടെങ്കിൽ അതിൽ നേരെ പേര് പറയപ്പെട്ടൊരു വ്യക്തി എന്ന നിലയ്ക്ക് സഫ്വാൻ ഇവിടെ ഇത് അവസാനമായി സംസാരിക്കും. അതോടുകൂടി ഇൻഷാ അല്ലാഹ് പ്രോഗ്രാം കണ്ടോ. ഇത് ഞാൻ കൊണ്ടുവന്നെന്താന്ന് വെച്ചാൽ ഇവരുടെ ആളാണെന്ന് എന്നെ ബോധ്യപ്പെടുത്താനാണ്, പുറത്തുനിന്ന് ഒരാളല്ല. സഫ്വാൻ വന്നു, സഫ്വാൻ പറയട്ടെ. അല്ല, സഫ്വാൻ വന്നു. സഫ്വാൻ എന്താന്ന് പ്രസംഗിക്കുന്നത് പറഞ്ഞത് കേട്ടോളൂ. സഫ്വാൻ പറയുകയാണ്, എന്റെ പേരിൽ
ഇന്ന വീട്ടിൽ ഞാൻ ജിന്നിറക്കി, ജിന്ന് കേന്ദ്രം നടത്തി, അവിടെ ജിന്ന് ചികിത്സ നടത്തി, എനിക്കെതിരെ പോലീസ് കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഒളിവിലാണ്, ഞാൻ ജയിലിലാണ് എന്നുവരെ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് പ്രചരിപ്പിച്ചതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ചില KNMന്റെ വ്യക്തിത്വങ്ങൾ ഇവിടെ ഉണ്ട്, പേര് പറയുന്നില്ല. ഇതാണ് ഞാനുമായി ഉണ്ടായ പ്രശ്നം. പക്ഷെ അത് അടിസ്ഥാനരഹിതമാണ്. നേരത്തെ ഫൈസൽ മൗലവി പറഞ്ഞോട്ട് എന്റെ ശരീരം കണ്ട എനിക്കറിയാം, ജിന്ന് പോയിട്ട് ഇൻസ് പോലും ഇറങ്ങൂല. അപ്പോ അവിടെ നിൽക്കട്ടെ, എന്താ പറഞ്ഞത്? ഇത് ഫൈസൽ പറഞ്ഞ അതേ വാചകം ആ കുട്ടി എടുത്തു തിരിക്കും. ഞാൻ ഇറക്കിയാല് ജിന്ന് പോയിട്ട് മനുഷ്യൻ പോലും ഇറങ്ങൂല, എന്റെ കോലം കണ്ടാൽ അറിഞ്ഞൂടേ. ഫൈസലും പറയുന്നുണ്ട് ഞാനും അങ്ങനെ തന്നെയാണ്, ഞാൻ ഇറക്കിയാലും ഈ മനുഷ്യൻ പോലും ഇറങ്ങൂല, പിന്നല്ലേ ജിന്ന് എന്ന് ചോദിക്കുന്നുണ്ട്. ശരി, ഇത് കേട്ട മനുഷ്യന്മാരെന്തായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക? വെട്ടിച്ചിറയിലെ കഴിഞ്ഞ പ്രസംഗം കേട്ടതുപോലെ തന്നെ ആളുകൾ വിചാരിക്കും എന്ത്, ഇവരുടെ പേരിൽ എന്തോ ആരോപണം പറയുകയാണ് ഈ KNMകാർ, ഇവർക്ക് വേറെ പണിയൊന്നുമില്ല, അവർക്ക് ജിന്നില്ലാതെ ശ്വാസം കഴിക്കാൻ പറ്റൂല, ജിന്നില്ലാതെ ജീവിക്കാൻ പറ്റൂല, ഞങ്ങളോടുള്ള അസൂയയാണ് ഏയ് എന്നല്ലേ ആ കേട്ടവർ മുഴുവൻ വിചാരിക്കുക. എന്നാല് ഇത് ഇവരുടെ കൂടെ ഈ മറ്റു മന്ത്രവാദികളുണ്ടല്ലോ, ഒരു കേൾക്കൂലേ? ഇവരുടെ കൂടെ ഈ മന്ത്രവാദത്തിന് പോണ ആൾക്കാർ കേൾക്കൂലേ? ഈ രൂപത്തിൽ സ്റ്റേജിൽ കയറി നിന്ന് പച്ച നുണ പറഞ്ഞപ്പോ, അതും KNMകാര് അത് കെട്ടിയുണ്ടാക്കിയതാണെന്ന് പറഞ്ഞപ്പോ, ഇവരുടെ കൂട്ടത്തിൽ ഒരാള് 2 വോയിസ് ഇങ്ങോട്ട് ഇട്ട് തന്നു. ഇനി പറഞ്ഞതിന് വേണമെങ്കിൽ ഇനിയും തരാം, ചോദിച്ചാ മതി. എന്താ സംഭവം എന്നറിയോ? ഞാൻ ഇറക്കിയാൽ മനുഷ്യൻ പോലും ഇറങ്ങൂല, പിന്നല്ല ജിന്ന് എന്ന് ചോദിച്ച ഫൈസലും, അതുപോലെ തന്നെ അദ്ദേഹം ക്ഷണിച്ചു കൊണ്ടുവന്ന് അദ്ദേഹം പ്രസംഗിപ്പിച്ച് KNMകാർക്ക് മറുപടി പറയുന്ന സഫ്വാനും എന്ന കുട്ടി, പ്രതീക്ഷയുള്ള കുട്ടിയായിരുന്നു, ഈ കൂട്ടത്തിൽ പെട്ടിട്ട് അങ്ങനെ ആയി പോയതാണല്ലോ, കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ഒരാളെയും വശലാക്കുകയല്ല, മനസ്സിലാക്കണം. അപ്പോ ആ കുട്ടി നേരത്തെ പറഞ്ഞ ഈ മന്ത്രവാദികൾക്ക് അങ്ങോട്ട് ക്ലാസ് എടുത്തു കൊടുക്കണം. എന്താ ക്ലാസ്സിലെ വിഷയം എന്നറിയോ? കോഴിക്കോട് ജിന്നിറക്കാൻ പോയതാണ്. ആ കോഴിക്കോട് ജിന്നിറക്കാൻ പോകുമ്പോ അവിടെ കശ്ഫ് കിട്ടുകയാണ്. ആർക്ക്? ഈ കുട്ടിക്ക്. ഇവിടെ വന്നിട്ട് പൈസ ചോദിച്ചില്ല, ഇതെന്ത് കശ്ഫ് കറാമത്ത്, അത് സൂഫിയാക്കളുടേതാണ്, തരീക്കത്തുകാരാണെന്നല്ലേ ഇവിടെ പ്രസംഗിച്ചത്. എന്നാൽ ഈ കുട്ടി പറയണ എനിക്ക് കശ്ഫിലൂടെ വിവരം കിട്ടുന്നുണ്ടായിരുന്നു. കേട്ടോളൂ ആ വാക്കുകൾ, ആ വാചകങ്ങൾ കേട്ടോളൂ. അപ്പോഴാണ് ഇതിന്റെ വ്യക്തമായ ഇവരുടെ തനിനിറം മനസ്സിലാവുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇഫ്ലുക്ക, നബീൽക്ക, എന്റെ മറ്റു സുഹൃത്തുക്കളെ, ഇടക്കിടക്ക് ആളുകൾ പരിചയപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലാവില്ല. ഹിഫ്ലുക്ക എന്ന് പറഞ്ഞാൽ മറ്റേ ബാലുമോനെ മനസ്സിലാക്കണം. അങ്ങനെ വിളിക്കണ ഈ റാക്കിയാണ് എന്ന് വെച്ചാൽ ഇവിടുത്തെ പെരുമന്ത്രവാദി. നാളെ 10 തെറി വേറെ എനിക്ക് കിട്ടും, അത് പ്രതീക്ഷിച്ചിട്ടാണ് ഈ പറയുന്നത്. ഏതായിരുന്നാലും ഇയാളെ അങ്ങോട്ട് വിളിക്കണ ഈ കുട്ടി ഹിഫ്ലുക്ക, നബീലിക്ക, ഇതൊക്കെ ഓരോ സ്ഥലങ്ങളിലുള്ള മന്ത്രവാദികൾ. ഇവരുടെ ഏജന്റുമാരാണോ? ഏജന്റ് അല്ല, ഇതൊക്കെ ഹെഡാണ്. ഇതിലൊന്നാണ് ഈ രൂപത്തിലെ ഈ മഞ്ചേരിക്കടുത്ത ആ ആലയത്തിൽ, ആ മന്ത്രവാദ കേന്ദ്രത്തിലുള്ളത്. അങ്ങോട്ട് വിളിച്ചിട്ട് പറയാ കുട്ടി, കേട്ടോളൂ ബാക്കി. പിന്നെ നിങ്ങളോട് എന്റെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പുള്ള ഒരു ട്രീറ്റ്മെന്റിനെ പറ്റി കേട്ടോളൂ, അതൊന്ന് ശ്രദ്ധിക്കണ ഈ വാക്കുകൾ. ഒരാഴ്ച മുമ്പുള്ള എന്റെ ട്രീറ്റ്മെന്റിനെ പറ്റി അനുഭവം പങ്കുവെക്കാം. അവിടെ ഇരിക്കട്ടെ. ഈ ട്രീറ്റ്മെന്റ് നടത്താൻ വെച്ചാൽ ആരാ? ഈ ട്രീറ്റ്മെന്റ് നടത്തുന്ന ആരാ? ഒരാഴ്ച മുമ്പുള്ള എന്റെ ട്രീറ്റ്മെന്റ് MBBS പാസ്സായിട്ടുണ്ടോ? ഈ ചുരുങ്ങിയതൊരു MD ഒന്നും ആണ്ടപ്പാ, ഒരു MBBS എങ്കിലും എഴുതിയിട്ടുണ്ടോ? ഒരു ഹോമിയോപ്പതി എങ്കിലും പാസ്സായിട്ടുണ്ടോ? ഇപ്പൊ ഇവരെന്താ ചെയ്യുന്നത്? ഇപ്പൊ പോയിട്ട് യൂനാനിയിൽ പോയിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങും ഇത് നടത്താനേ. യൂനാനി അത് വളരെ അക്യുപഞ്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് 2 മാസത്തെ കോഴ്സ്, 3 മാസത്തെ കോഴ്സൊക്കെ ഉണ്ട്. കുത്താനേ, കാലിന്റെ വെള്ളയെ കുത്താനേ, ഇങ്ങനെ 3 മാസത്തെ കോഴ്സൊക്കെ പോയിട്ട് ഇവർ പാസ്. ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് വെക്കുക, എന്നിട്ട് നടപ്പാക്കുക. നിങ്ങൾ സൂക്ഷിക്കണം ഇവരെ. ഇവർ ചെറിയ കളിയല്ല കളിക്കുന്നത്. എന്നിട്ട് ഇവർ പുറത്തു പറയും ഞങ്ങളതൊന്നുമില്ല. എന്നിട്ട് നോക്കൂ, ട്രീറ്റ്മെന്റ് നടത്താൻ പോയി. ട്രീറ്റ്മെന്റ് നടത്തുന്നത് എങ്ങനെ കേട്ടോളൂ. ട്രീറ്റ്മെന്റ് പൂർണ്ണമായിട്ടില്ല എങ്കിൽ കൂടി ഞാൻ ഇഫ്ലുഖാനോട് പറഞ്ഞിരുന്നു, കോഴിക്കോട് ഒരു കേസ് ഉണ്ടായിരുന്നു, ആ കേസ് ഞാൻ അറ്റൻഡ് ചെയ്യുമെന്ന്. പടച്ച റബ്ബിന്റെ തൗഫീക്ക് കൊണ്ട് മാത്രം ബിഫളില്ല അവിടെ ചെല്ലാൻ കഴിഞ്ഞു. അതിനു മുമ്പേ ഞാൻ കശ്ഫുമായി ബന്ധപ്പെടുത്തി ഒന്നത് നോക്കിയിരുന്നു. അവിടെ എന്ത് കശ്ഫ്? നിങ്ങൾ ആ പ്രയോഗം നോക്കുക. ഒരു കേസ് ഉണ്ടായിരുന്നു, എന്താ LLB പാസ്സായതാ?
വക്കീല, ഒരു കേസ് ഉണ്ടായിരുന്നു. എന്ത് കേസ്? ജിന്ന് കേസാണ്. അത് ആലപ്പുഴ ജില്ലയുടെ വടക്കേറ്റത്ത് നിന്ന് ഒരു റാഖി വണ്ടി കയറി കോഴിക്കോട് പോവാണ്. കോഴിക്കോടൊന്നും എന്റെ ആൾക്കാരില്ലേ? അപ്പൊ കേസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ കേസ് അറ്റൻഡ് ചെയ്തു. അപ്പൊ അവിടെ ഹിഫ്ലൂക്കായെ വിളിച്ചു. ഏത് ഈ സാധനമാണ് ഹിഫ്ലൂക്കായെ വിളിച്ചു. എന്നിട്ടാ പോകുന്നത്. ഇനി ബാക്കി കേട്ടോ. ആ കശ്ഫിനിലൂടെ എനിക്ക് അന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഞാൻ പോകരുത് എന്നായിരുന്നു കശ്ഫ് പറഞ്ഞത്. പോകരുത് എന്നാണ്. ആരാണ് ഈ കശ്ഫ്? പറ, പറ. ഫൈസൽ മുസ്ലിയാരെ, ഇത് ഒരിക്കലും ജിന്ന് ചികിത്സ ചെയ്തിട്ടില്ല. മാത്രമല്ല, ഞങ്ങൾ ഇറക്കിയാൽ ജിന്ന് പോയിട്ട് മനുഷ്യൻ പോലും ഇറങ്ങിപ്പോകൂല എന്ന് വടുതലയിലും അത് ആവർത്തിച്ചുകൊണ്ട് ഇവിടെയും പ്രസംഗിച്ച ഈ ഫൈസൽ മുസ്ലിയാരെ സ്റ്റേജിൽ കൊണ്ടുവന്നിരുത്തി നീ തന്നെ മറുപടി പറയൂ എന്ന് പറഞ്ഞ് മറുപടി പറയിച്ച ആ സഫ്വാനാ പറയുന്നത്. നിങ്ങൾക്ക് അറിയില്ലല്ലേ? നിങ്ങൾക്ക് ഇതുമായിട്ടൊന്നും ബന്ധമില്ലല്ലേ? ഇത് ആരോ പറഞ്ഞുണ്ടാക്കുന്നതാണല്ലേ? ഇത് മറ്റേ ബാലരമയിലെ കുട്ടു സംഗതിയാണല്ലേ? ആണോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഈ രൂപത്തിൽ കശ്ഫ് വന്നു. ആർക്ക്? ഈ കുട്ടിക്ക്. ഞാൻ ചോദിക്കട്ടെ, എനിക്കറിയാം ഈ കുട്ടിയെ. ഞാൻ എന്റെ മുന്നിലിരുത്തി പഠിപ്പിച്ചവനാണ് ഈ കുട്ടി. എന്റെ മുന്നിലിരുത്തി ഞാൻ പഠിപ്പിച്ച കുട്ടിയാണിത്. ആ കുട്ടി എങ്ങനെ കശ്ഫിന്റെ ആളായി? ആര് പഠിപ്പിച്ചു കൊടുത്തു കശ്ഫ്? എവിടുന്ന് കിട്ടി ഈ കശ്ഫ്? ഏത് തരീക്കത്തുകാരൻ പറഞ്ഞു കൊടുത്തു ഈ കശ്ഫ്? ഈ പറയുന്ന ജിന്ന് വിഭാഗത്തിലല്ലാതെ വേറൊരിടത്തും ഈ കുട്ടി പോയിട്ടില്ല. ഒരു തരീക്കത്തുകാരന്റെ കൂടെയും പോയിട്ടില്ല. എവിടുന്ന് കിട്ടി ഈ കശ്ഫ്? കശ്ഫ് പറഞ്ഞു കൊടുത്തു. കശ്ഫ് എന്ന് വെച്ചാല് ഭൂലോക മന്ത്രവാദമാണ്. ഭൂലോക മന്ത്രവാദം. ബാക്കി കേട്ടോളൂ നിങ്ങൾ. കശ്ഫിന്റെ ആൾ എന്നോട് നിർദ്ദേശിച്ചത്. കാരണം വലിയ ഡേഞ്ചറാണ് സഫ്വാൻ എന്നോട് എന്ത് ചെയ്തു? താക്കീത് നൽകി. അതേപോലെ ഇനി അത് അങ്ങനത്തെ ഇടപെടണ്ട എന്നൊക്കെ ഒരുപാട് പറഞ്ഞു. കാരണം അത്രയും ഭീകരമായ ചില മുഖങ്ങളും ചില റിയാക്ഷൻസ് ആണ് കശ്ഫുള്ള ആൾക്ക് പ്രത്യക്ഷപ്പെട്ടത്. അതോടെ ആ കശ്ഫിന്റെ കാര്യം നമ്മളവിടെ നിർത്തിവെച്ചു. ആളുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത്, അവിടെ ചെന്നു. രാവിലെയും വൈകിട്ടും ഫസ്റ്റ് ദിവസം ഓതി. ആ 3 ദിവസം ഓതുന്നതിന് മുമ്പ് ഞാൻ ഒരു വട്ടം ചെന്നിരുന്നു. 2 ആഴ്ച മുമ്പ് അതിന് മുമ്പ് ചെന്നിരുന്നു. ഞാൻ ഓതിയപ്പോ 3 പെൺകുട്ടികളുണ്ട് വിവാഹം കഴിയാത്ത. അപ്പൊ അവരുമായി ബന്ധപ്പെട്ട് ഓൾറെഡി നേരത്തെ അവരുടെ മാമന്മാരൊക്കെ പല സിഹറുകളും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓതിയപ്പോ 3 പേരുടെയും ശരീരം പൊള്ളാൻ തുടങ്ങി. അല്ല, ഈ 3 പെൺകുട്ടികളുടെ ശരീരം പൊള്ളണത് എങ്ങനെയാ മൂപ്പരറിയാ? അതെന്ത് കശ്ഫ? ഇത് അന്യമതസ്ഥരായ 3 സ്ത്രീകളാണ്. അവർക്ക് മന്ത്രിച്ച് കൊടുക്കാൻ പറ്റൂല എന്നുള്ള ആ മസലൊക്കെ ഇവർ കൊണ്ടുവരും. ഇൻഷാ അല്ലാഹ് വാ, അപ്പൊ സംസാരിക്കാം നമുക്ക്. നേരത്തെ പറഞ്ഞല്ലോ, പൈപ്പ് വെച്ചിട്ട് പൈപ്പിലൂടെ ഇങ്ങനെ ഒരു വലിയ പൈപ്പൊക്കെ ആയിട്ട് ഇവരുടെ മന്ത്രവാദിയുടെ പെട്ടി തുറന്നു നോക്കണം നിങ്ങൾ. ഇവർ ഈ വരുന്ന ആളുകൾ ഒരു പെട്ടിയൊക്കെ കൊണ്ടുവരും. പണ്ടിത് ഒരു പ്രത്യേക ഐറ്റം ആയിരുന്നു. പഴയ കാലത്തൊക്കെ ഡോക്ടർമാരൊക്കെ വരുന്ന പോലെ ഒരു പെട്ടിയൊക്കെ പിടിച്ചാണ് ഈ റാക്കി വരുന്നത് വീട്ടിലേക്ക്. പണ്ടത്തെ ഈ ഡോക്ടർമാരല്ലേ, വീട്ടിൽ വന്ന് ചികിത്സിക്കുന്ന ഡോക്ടർമാർ. അങ്ങനെ ഒരു റാക്കി എൻ്റെ മുന്നിൽ വന്ന് പെട്ടു. അതിന് പെട്ടി എൻ്റെ വീട്ടിനകത്ത് വന്ന് പെട്ടു. അതിന് പെട്ടി തുറന്ന് നോക്കുമ്പോൾ ഞെട്ടിപ്പോയി. അതെന്ന് വെച്ചാൽ ഒരു ഓസിൽ അവിടെ മുറ്റത്ത് പിന്നെ വെള്ളം തളിക്കണ ആ ഒരു ഓസ് ഇങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുന്നു. അതിൻ്റെ അകത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താ? അത് പറഞ്ഞ് ഈ സ്ത്രീകളൊക്കെ വരുമ്പോൾ മന്ത്രിക്കാനുള്ളത്. അപ്പോൾ ഇത് ആ പെണ്ണിന്റെ ചെവിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ കുട്ടികൾ കളിക്കൂലേ, അതുപോലെ ഇസ്ലാമിലെ മന്ത്രത്തെ ഇത്രയും അപമാനിക്കുന്ന ഒരു കൗമ് മനസ്സിലാക്കണം. പിന്നെ സ്പ്രേയർ എന്ന് വെച്ചാൽ ബാർബർ ഷാപ്പിൽ തലയിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് ആ സ്പ്രേയർ, ഇജാതി സാധനങ്ങളൊക്കെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. മനസ്സിലാക്കണം. അപ്പോ ഈ രൂപത്തിലാണ് പറയുന്നത്. അവിടെ പോയപ്പോ ഇവർക്ക് ആയത്തോതിയപ്പോ പൊള്ളാൻ തുടങ്ങി. ഇനി കേട്ടോ ബാക്കി. ചില ചേഞ്ചസ്. അമ്മ കോമയിലായിരുന്നു. കോമയിൽ നിന്ന് ഇറക്കിയിട്ട് കോമ എന്ന അവസ്ഥ തന്നെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. പിന്നെ അമ്മയുടെ ചേഞ്ചസ് കാണാൻ തുടങ്ങി. 2ാമത്തെ ദിവസം എൻ്റെ 2ാമത്തെ കുട്ടിക്ക് ചില വെയിറ്റ് തലക്ക് വരാൻ തുടങ്ങി. പിന്നെ ചില ചിന്തകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ആ കുട്ടിയിൽ മിക്കവാറും കശ്ഫ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നി. ഞാൻ എന്ത് ചെയ്തു, അന്ന് രാത്രി അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളോട് ഞാൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇന്ന കുട്ടിയിൽ അത് മിക്കവാറും നമ്മൾ പോണതിന് മുമ്പ് ഹാജരാകും. അപ്പൊ നമ്മൾ ഓതുന്നതിനിടക്ക് ഏറ്റവും ഇളയ 2 പേര്, 2ാമത്തതും 3ാമത്തതും, അതിൽ 2ാമത്തെ കുട്ടിക്ക് ഒരു രൂപം കാണാൻ തുടങ്ങി. ഞാൻ നേരത്തെ കശ്ഫുള്ള ആളുടെ മുന്നിൽ കാണിച്ച രൂപം ഈ പെൺകുട്ടിയിലും കാണാൻ തുടങ്ങി എന്ന് പറയാൻ തുടങ്ങി. അതേപോലെ പല രൂപങ്ങളും. പിന്നെ ഇവരുടെ വീടിന്റെ അമ്മയുടെ റൂമിന്റെ ബെഡ്റൂമിന്റെ ഡോറും
അമ്മയുടെ ബെഡ്റൂമിന്റെ ജനലും അതിന്റെ പുറം ഭാഗവും ഒക്കെയാണ് ഈ പെണ്ണിലേക്ക് തെളിഞ്ഞു വന്നത്. കുറച്ചു കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ നിൽക്കി ഇനി അങ്ങോട്ട് പറഞ്ഞു പോവാണ്. തെളിഞ്ഞു വരെ രൂപം വരികയാണ്. ഇതാണ് മന്ത്രവാദം. ഇതാരാ നടത്തിയത് എന്നാ ഞങ്ങളോട് ചോദിക്കണേ. ഞങ്ങളുമായിട്ട് ബന്ധമില്ല എന്നാ പറയുന്നത്. കശ്ഫിലൂടെ ഏത് അമുസ്ലിമായ വിവാഹം കഴിയാത്ത അമ്മയുടെ 3 പെൺമക്കൾ, ആ പെൺമക്കളിൽ ഒരു പെണ്ണിന് കശ്ഫ് വരാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ആ പെണ്ണിലൂടെ ശൈത്താൻ ഇങ്ങനെ വന്നിട്ട് ഇവനോട് പറയാൻ തുടങ്ങി, സഫാനെ ഞാനാടാ ഉണ്ടോ. ഇനിയിപ്പോ നാളെ ക്ലിപ്പ് ചെയ്തായിരിക്കുവേ, നിങ്ങൾ മനസ്സിലാക്കണം. ഏയ് ഈ രൂപത്തിൽ കൊണ്ടുവന്നിട്ട് കശ്ഫ് ഈ പെണ്ണ് പറഞ്ഞു കൊടുക്കാൻ ഇന്നതാ സംഭവം കേട്ടോ, രൂപം അവിടെയാണ് കേട്ടോ, ഇതാണ് ഈ കശ്ഫ് എന്ന് പറഞ്ഞാൽ. അഥവാ ശൈത്താൻ ഇങ്ങനെ വെളിവായിട്ട് വേറെ ഒരാളിലൂടെ ഇവർക്ക് വിവരം ഇങ്ങനെ കൈമാറി കൊടുത്തുകൊണ്ടിരിക്കും. ഈ കൈമാറി കൊടുക്കുന്നതനുസരിച്ച് ഇവരിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഈ പ്രവർത്തനത്തിനാണ് പച്ചമലയാളത്തിൽ മന്ത്രവാദം എന്ന് പറയുന്നത്. അത് ചെയ്യുന്നവരെയാണ് മന്ത്രവാദി എന്ന് വിളിക്കുന്നത്. ആ മന്ത്രവാദികളുടെ ആൾക്കൂട്ടത്തെയാണ് മന്ത്രവാദികളുടെ സംഘടന എന്ന് പറയുന്നത്. ഇത് ഇന്ത്യ രാജ്യത്ത് നിരോധിക്കണം. ഇത് ഈ നാട്ടിൽ നിരോധിക്കണം. ഇത് ഇസ്ലാമിക രാജ്യത്ത് നിരോധിക്കണം. ഇത് അനിസ്ലാമിക രാജ്യത്ത് നിരോധിക്കണം. ഇതാണ് വളരെ വ്യക്തമായി പറയാനുള്ളത്, മുജാഹിദികൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അല്ല ഞങ്ങളുമായിട്ട് ബന്ധമില്ലാന്ന് ഒറ്റവാക്കി പറഞ്ഞു പോയാൽ തീരുന്ന വിഷയമല്ല, ഒറ്റ ശ്വാസത്തിൽ തീരുന്ന വിഷയമല്ല ഇത്. ഇവിടെ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് 1% പോലും ആയിട്ടില്ല. ഞാൻ കൊണ്ടുവന്നതിന്റെ 1% പോലും. ഞാൻ കുറച്ച് കൂടുതൽ പറയണമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഇടയ്ക്ക് ഒരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യേണ്ടി വന്നുകൊണ്ട് കുറച്ച് താമസിച്ചു പോയി. അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അവസരങ്ങൾ വരും പറയാം. ഇവിടെ വളരെ കൃത്യമാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം. ആ മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിന്റെ മുന്നിൽ വന്നുകൊണ്ട് ഇത്തരത്തിൽ മന്ത്രവാദം പഠിപ്പിച്ചുകൊണ്ടല്ല ഇസ്ലാം പ്രചരിപ്പിക്കുന്നത്. നേരെ മറിച്ച് ഏതു തരത്തിലുള്ള ആളുകൾ ഈ സമൂഹത്തിൽ ജീവിച്ചാലും അവർ എത്ര വലിയ അന്ധവിശ്വാസികളാണെങ്കിലും മഹാനായ റബീഉ ഇബ്നു ഹാദി അൽ മദ്ഖലി ഇത്തരം മന്ത്രവാദവുമായി രംഗത്ത് വന്ന ഒരാളെ ഉപദേശിച്ചതുപോലെ അല്ലാഹുവിലേക്ക് വിളിച്ച ആളുകൾ, തൗഹീദിലേക്ക് വിളിച്ച ആളുകൾ ചെയ്തതുപോലെ ചെയ്താൽ മതി. ഒരു മന്ത്രവാദത്തിന്റെയും ആവശ്യമില്ല. എന്നിട്ട് മഹാനായ റബീഉ ഇബ്നു ഹാദി അൽ മദ്ഖലി അദ്ദേഹം പറയുന്നു, ശൈഖ് അബ്ദുല്ലാ അൽ ഖർആവി, അതേ അബ്ദുല്ലാ അൽ ഖർആവി എന്ന പണ്ഡിതൻ ഞങ്ങളുടെ നാട്ടിലേക്ക് വരുമ്പോ ഇവിടെയുള്ള ആളുകൾ ഈ നാട്ടിലുള്ള ആളുകളിൽ ഭൂരിഭാഗവും അവർ ഈ രൂപത്തിൽ ജിന്നുബാധയേറ്റവരാണ്, ആ രോഗമുള്ളവരാണ്, ബാധയേറ്റവരാണ് എന്ന് പറഞ്ഞ ആളുകളാണ്. ഖർആവി എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹം ഞങ്ങളുടെ നാട്ടിലേക്ക് വരുമ്പോ എന്റെ നാടിന്റെ അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ ജിന്നുബാധയേറ്റ് വീണു കിടക്കുന്നു, അതുപോലെ തന്നെ സിഹ്റുബാധയേറ്റു എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും ലാ യഖൂമൂൻ, എഴുന്നേക്കാൻ പോലും കഴിയാതെ ജീവിച്ചിരുന്ന ഒരു ആൾക്കൂട്ടത്തിനിടയിലേക്ക് അബ്ദുല്ലാ അൽ ഖർആവി എന്ന പണ്ഡിതൻ കടന്നു വന്നിട്ട് അന്നത്തെ ആളുകൾ അവരെ നോക്കുമ്പോൾ അവർ പുറത്തിറങ്ങിയാൽ ജിന്നായിരുന്നു. രാത്രിയിൽ അവർ ജിന്നിനെ കാണുന്നു, മരത്തിൽ അവർ ജിന്നിനെ കാണുന്നു, വഴിയിൽ അവർ ജിന്നിനെ കാണുന്നു. മാത്രമല്ല ആ ജനതയെ ശൈത്താൻ ഇങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്. ജുഹാരൻ, ഒരു വിവരവുമില്ലാത്തവരായിരുന്നു അവര്. അവരുടെ കയ്യിൽ തൗഹീദ് ഉണ്ടായിരുന്നില്ല. ഈ രൂപത്തിൽ ജിന്നുബാധയേറ്റ് തളർന്നു കിടന്ന ജനതയുടെ ഇടയിലേക്ക് ആ രൂപത്തിൽ വിശ്വസിച്ച് അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും അടിമകളായി മാറി ശിർക്കിന്റെ വാഹകരായി ജീവിച്ച ആളുകൾക്കിടയിലേക്ക് അതേ അബ്ദുല്ലാ അൽ ഖർആവി കടന്നു വന്നു. എന്നിട്ട് അദ്ദേഹം കടന്നു വന്നിട്ട് വനശറ തൗഹീദ, അല്ലാഹുവിനെ സംബന്ധിച്ചാണ് പറഞ്ഞു കൊടുത്തത്, തൗഹീദാണ് പഠിപ്പിച്ചു കൊടുത്തത്. ലാ റുഖിയ വലാ ശൈ, അതേ റുഖിയ പഠിപ്പിച്ചു കൊടുക്കുകയല്ല, മന്ത്രവാദം പഠിപ്പിച്ചു കൊടുക്കുകയല്ല, മറ്റെന്തെങ്കിലും പറഞ്ഞു കൊടുക്കുകയല്ല. നേരെ മറിച്ച് ആ തൗഹീദ് അങ്ങ് പറഞ്ഞപ്പോൾ കുല്ലു ഹാദിഹിൽ അശ്യാ ഇൻതഹത്, അതേ ഇപ്പറഞ്ഞ എല്ലാ ജിന്നും പാറിപ്പോയി, എല്ലാ സിഹറും പാറിപ്പോയി, എല്ലാ കുഫ്റും അവർക്കിടയിൽ നിന്ന് പാറിപ്പോയി. അവർ തൗഹീദിന്റെ ആളുകളായി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ തൗഹീദിലേക്കാണ് ജനങ്ങളെ ക്ഷണിക്കേണ്ടത് എന്ന് ലോകത്ത് കഴിഞ്ഞുപോയ സലഫി പണ്ഡിതന്മാർ ലോകത്തോട് പറഞ്ഞു കൊടുക്കുന്നു. സമകാലീനരായ സലഫി പണ്ഡിതന്മാർ ലോകത്തോട് പറഞ്ഞു കൊടുക്കുന്നു. അത് തന്നെയാണ് ഈ മഹാപ്രസ്ഥാനം കേരളത്തോട് പറയുന്നത്, ഈ നാട്ടിലുള്ള ജനങ്ങളോട് പറയുന്നത്. ഓ ജനങ്ങളെ, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടായാൽ, പടച്ചവന്റെ പരീക്ഷണങ്ങൾ ഉണ്ടായാൽ ഉറപ്പിച്ചു നിന്നോളൂ, സ്ഥൈര്യത്തോടെ നിന്നോളൂ, തൗഹീദിൽ നിന്നോളൂ. ഒരു മന്ത്രവാദിയെയും സമീപിക്കണ്ട, ഒരു കുഫ്രിന്റെ കേന്ദ്രത്തിലേക്കും പോകേണ്ട. നേരെ മറിച്ച് അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലൂ
ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഏത് മുസീബത്ത് നിങ്ങളെ ബാധിച്ചാലും അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് പടച്ചവനിലേക്ക് മടങ്ങാനുള്ളവരാണെന്ന വിശ്വാസത്തോടെ ജീവിച്ചോ. തൗഹീദ് കളയാൻ നിൽക്കണ്ട, ഈമാൻ കളയാൻ നിൽക്കണ്ട. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളെ സംബന്ധിച്ച് ഖുർആനിൽ ഉപമകൾ പറഞ്ഞ് ഉദാഹരണങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നത്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? പടച്ചറബ് പഠിപ്പിക്കുന്നത് വഅയ്യൂബ ഇദ്നാദാ റബ്ബഹു. ലോകത്ത് അള്ളാഹുവിന്റെ പരീക്ഷണത്തിന് വിധേയമാകേണ്ടി വന്ന അള്ളാഹു സമ്പത്ത് കൊടുത്ത്, അതുപോലെ സന്താനങ്ങളെ കൊടുത്ത്, അതുപോലെ കച്ചവടം നൽകി, ഒരുപാട് സമ്പത്ത് നൽകി. അങ്ങനെ ആ സമ്പത്തിന്റെ ആ കീഴിൽ അടിച്ച് അള്ളാഹു വളർത്തിക്കൊണ്ടുവന്ന പ്രവാചകനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ റബ്ബ് പരീക്ഷിക്കാൻ തീരുമാനിച്ചപ്പോ അദ്ദേഹത്തിന്റെ കച്ചവടം പൊട്ടിപ്പോയി, അദ്ദേഹത്തിന്റെ തൊഴിലാളികൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയി, സമ്പത്ത് കൊള്ളയടിക്കപ്പെട്ടു പോയി, ഒരു നയാ പൈസ പോലും എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹം കൂപ്പുകുത്തിപ്പോയി. ആ സന്ദർഭത്തിൽ എവിടെയാണ് ജ്യോത്സ്യൻ, എന്ത് ശകുനമാണ് എന്നെ ബാധിച്ചത്, എവിടെയാണ് ഞാൻ പോകേണ്ടത്, ഏത് ജ്യോത്സ്യനെയാണ് ഞാൻ സമീപിക്കേണ്ടത് എന്ന നിലപാടെല്ലാം മഹാനായ അയ്യൂബ് നബി സ്വീകരിച്ചത്. നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ നിലപാട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സമ്പത്ത് തന്നവൻ അല്ലാഹയാണെങ്കിൽ തന്നതുപോലെ അവൻ ഉദ്ദേശിച്ചപ്പോൾ തിരിച്ചെടുത്തതാണ് എന്ന ഈമാനിൽ ഉറച്ചു നിന്ന് പ്രവർത്തിച്ച അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന് അതേ സന്താനങ്ങളിൽ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്റെ മക്കൾ വളർന്നു വരുമ്പോ ഞാൻ വയസ്സായാൽ എന്റെ മക്കൾ എന്നെ പോറ്റിക്കൊള്ളുമല്ലോ എന്ന സന്തോഷത്തിൽ ജീവിക്കുമ്പോ ആ മക്കളെ അല്ലാഹ് തിരിച്ചു വിളിക്കുന്നു, ഓരോരോ മക്കളെ തിരിച്ചു വിളിക്കുന്നു. അയ്യൂബ് നബിയുടെ ഓമന മക്കളെ അല്ലാഹ് തിരിച്ചു വിളിച്ചപ്പോ എന്തേ എന്റെ കുടുംബത്തിൽ സംഭവിച്ചത്, ഏത് കന്നിമൂലക്കാ പ്രശ്നം എന്ന് ചിന്തിച്ചുകൊണ്ട് ജ്യോത്സ്യന്മാരെ, കണിയാന്മാരെ, മന്ത്രവാദികളെ അന്വേഷിച്ചു പോവുകയായിരുന്നില്ല മഹാനായ അയ്യൂബ് അലൈഹിസ്സലാം ചെയ്തത്. നേരെ മറിച്ച് ഉറച്ചു നിന്നു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എനിക്ക് മക്കളെ തന്നവൻ അല്ലാഹയാണ്. അല്ലാഹ് ഉദ്ദേശിച്ചപ്പോ ആ മക്കളെ അവൻ തിരിച്ചെടുക്കുന്നുവെങ്കിൽ ആ മക്കൾക്ക് പിന്നാലെ ആ മക്കളുടെ അടുക്കലേക്ക് എത്തിച്ചേരേണ്ടവനാണ് അയ്യൂബ് എന്ന സമാധാനത്തോടെ അദ്ദേഹം ജീവിക്കുകയാണ്. പടച്ചവൻ വിട്ടില്ല, വീണ്ടും പരീക്ഷണത്തിന്റെ കയത്തിലേക്ക് വലിച്ചിടുകയാണ്. എന്താ പരീക്ഷണം? ശരീരമാസകലം വ്രണാവൃതമാവുകയാണ്. സഹോദരങ്ങളെ, വായിച്ചു പറയാൻ നേരമില്ല, ഒന്ന് ഇബ്നു കസീർ ഒന്ന് മറിച്ചു നോക്ക്. മഹാനായ അയ്യൂബ് നബിയുടെ നാവും ഖൽബുമല്ലാത്ത ശരീരത്തിന്റെ മുഴുഭാഗങ്ങളും വ്രണാവൃതമായി പോയി. നാവല്ലാതെ ചലിക്കുന്നില്ല, ഖൽബല്ലാതെ ചലിക്കുന്നില്ല. അതേ കൈകാലുകൾ പുഴുത്തു പോവുകയാണ്, പുഴുക്കൾ പുറത്തേക്ക് വരികയാണ്. ആ ജീവനുള്ള മനുഷ്യന്റെ ശരീരം പൊട്ടിയൊലിച്ചിട്ട് പുഴുക്കൾ പുറത്തേക്ക് വരുന്ന നേരത്ത് മഹാനായ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം വീടിന്റെ മൂലയിൽ കീറപ്പായിൽ ആരോരുമില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന സന്ദർഭത്തിൽ വല്ലപ്പോഴും ഒന്ന് വിവരമന്വേഷിക്കുന്ന ഭാര്യയല്ലാതെ വേറെ ഒരാളുമില്ലാതെ ഒറ്റപ്പെട്ടു പോയ ഘട്ടത്തിൽ ജ്യോത്സ്യനെ അന്വേഷിച്ച് പോയിട്ടില്ല, മന്ത്രവാദി അന്വേഷിച്ച് പോയിട്ടില്ല, മഖബറകൾ അന്വേഷിച്ച് പോയിട്ടില്ല. ഖുർആൻ രംഗം എടുത്തു പറയുകയാണ്. അയ്യൂബ്, ഈമാനുള്ളവരെ, മുവഹിദുകളെ, തൗഹീദുള്ളവരെ, മുജാഹിദുകളെ, സലഫികളെ, മുസ്ലിമീങ്ങളെ ഓർക്കണം. നിങ്ങൾ ആരെ? അയ്യൂബ്, അയ്യൂബിനെ ഓർക്കണം കേട്ടോ. കേവലം ഒരു ചെറിയ സിറോസിസ് അല്ല, അതല്ലെങ്കിൽ ക്യാൻസർ അല്ല, ഏതെങ്കിലും ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് ബാധിക്കുന്ന രോഗമല്ല, നാവും കൽബുമല്ലാതെ ശരീരത്തിന്റെ മുഴുഭാഗങ്ങളും വ്രണാവൃതമായി ജീവിതത്തിന്റെ ഓരം പറ്റി വീടിന്റെ മൂലയിൽ ഒറ്റപ്പെട്ടു പോയ ഘട്ടത്തിലും മനസ്സ് അല്ലാഹുവിൽ നിന്ന് വിടാതെ, മനസ്സ് തൗഹീദിൽ നിന്ന് വിടാതെ അയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നീ മസ്സനിയദ്ദുറു വഅന്ത അർഹമുർ റഹീമീൻ. ഖുർആൻ പറയുന്നു, ആ വേളയിലും റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹ്, റബ്ബേ അന്നീ മസ്സനിയദ്ദുറു, എനിക്ക് ദുരിതം ബാധിച്ചു പോയി അല്ലാഹ്, പ്രയാസം ബാധിച്ചു പോയി അല്ലാഹ്, വഅന്ത അർഹമുർ റഹീമീൻ, നിന്റെ കാരുണ്യം ലഭിക്കണേ അല്ലാഹ്, നിന്റെ കരുണ തരണേ അല്ലാഹ് എന്ന് മഹാനായ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം എത്രയെത്രയോ
ആഴ്ചകളാണ് പടച്ചവനോട് പ്രാർത്ഥിച്ചത്, മാസങ്ങളാണ് പടച്ചവനോട് പ്രാർത്ഥിച്ചത്. അവസാനം പിശാച് വന്നുകൊണ്ട് അദ്ദേഹത്തെ ഉപദ്രവിക്കുകയാണ്. എങ്ങനെയാണ് ഉപദ്രവിക്കുന്നത്? നീ തൗഹീദിന്റെ ആളായിട്ടെന്താ അള്ളക്ക് വേണ്ടി വാദിക്കുന്ന ആളാണെന്നാണല്ലോ പറയുന്നത്, തൗഹീദ് പറയുന്ന ആളാണെന്നാണല്ലോ പറയുന്നത്, അള്ള സഹായിക്കുമെന്നാണല്ലോ പറയുന്നത്. എവിടെ പോയി നിന്റെ അള്ള? സമ്പത്ത് നഷ്ടപ്പെട്ട് 5 നയാ പൈസ പോലും ഇല്ലാത്ത ഈ ഗതികേടിൽ എവിടെ പോയി നിന്റെ അള്ള? നിന്റെ മക്കൾ ഓരോന്നോരോന്ന് വിട്ടുപിരിഞ്ഞിട്ട് എവിടെ പോയടാ നിന്റെ അള്ള? അവസാനമൊന്നും എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാതെ രോഗം ബാധിച്ച് വീടിന്റെ മൂലയിൽ കിടക്കുമ്പോ എവിടെ പോയടാ നിന്റെ അല്ലാ എന്ന് ചോദിച്ചുകൊണ്ട് പിശാച് വന്ന് മഹാനായ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഉപദ്രവിക്കുമ്പോ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം ഇതാ ഒരു ദിവസം ഭാര്യയോട് എനിക്കൊന്ന് കുളിക്കണമെന്ന് ആവശ്യപ്പെടുകയും അതേ കുളിക്കുവാൻ ഒരുങ്ങി അദ്ദേഹം പോവുകയും ശരീരത്തിൽ നിന്ന് വസ്ത്രം നീക്കി നോക്കുകയും ചെയ്യുന്ന വേളയിൽ വ്രണാവൃതമായി പുഴുക്കൾ പുറത്തേക്ക് ഇറങ്ങി വരുന്ന അവസ്ഥയില് തന്റെ ശരീരം കണ്ടിട്ട് മഹാനായ അയ്യൂബ് അലൈഹിസ്സലാം പൊട്ടിക്കരഞ്ഞ് പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ്. റബ്ബി അന്നീ മസ്സനിയ ശൈത്താൻ ബിനുസ്ബിൻ വഅദാബ്. വേദനയുമായി പ്രയാസവുമായി പിശാചെന്നെ സ്പർശിച്ചു പോയി. അല്ലാഹ് അന്ത അർഹമുർ റാഹിമീൻ, നീ കരുണയുള്ളവരാണല്ലോ, എന്നോട് കരുണ കാണിക്കണേയല്ല എന്ന് രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ അർശിന്റെ അധിപതിയായ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്ത് അങ്ങനെ ജീവിച്ചപ്പോ അള്ളാഹുവിന്റെ സഹായം വരികയാണ്. ഖുർആൻ തന്നെ വിശദീകരിച്ചുവല്ലോ മഹാനായ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹനം, ആ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ക്ഷമ അള്ളാഹു സ്വീകരിക്കുകയാണ്. മഹാനായ അയ്യൂബ് നബിക്ക് അള്ളാഹു ഐഹിക ലോകത്ത് വെച്ചുകൊണ്ട് തന്നെ പ്രതിഫലം നൽകുകയാണ്. എങ്ങനെയാ പ്രതിഫലം നൽകിയത്? അയ്യൂബ് അങ്ങ് കാലം നനക്കൂ. അയ്യൂബ് അലൈഹിസ്സലാം കാലനക്കുമ്പോ അദ്ദേഹത്തിന്റെ കാഴ്ചവട്ടിൽ നിന്ന് 2 ഉറവകളുള്ള പുറത്തേക്ക് ഒഴുകിക്കൊടുക്കുകയാണ്. അതേ കുടിക്കുവാനുള്ള വെള്ളം കൊടുക്കുകയാണ്, കുളിക്കുവാനുള്ള വെള്ളം കൊടുക്കുകയാണ്. കുളിക്കാൻ പറയുന്നു, കുടിക്കാൻ പറയുന്നു. അയ്യൂബ് നബി കുളിക്കുന്നു, അയ്യൂബ് നബി വെള്ളം കുടിക്കുന്നു. അതേ അത്ഭുതം സംഭവിക്കുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തെ ബാധിച്ച സർവ്വവ്രണങ്ങളും നീങ്ങിപ്പോകുന്നു. പൂർവാധികം അതേ ആരോഗ്യവാനായി അയ്യൂബ് നബി അലൈഹിസ്സലാം ഇറങ്ങി വരുമ്പോ ഭാര്യ ചോദിക്കുകയാണ്, മന്നൻസ്, ആരാണ് നിങ്ങൾ? ആരാണ് നിങ്ങൾ? അയ്യൂബ് നബി പറയുന്നു, ഞാനാണ് അയ്യൂബാണ്, ഞാൻ അയ്യൂബാണ്. കദ്ശഫാനിയല്ലോ, അല്ല എനിക്ക് ശമനം തന്നുപോയി, അല്ല എന്നെ സഹായിച്ചു പോയി എന്ന് വളരെ സന്തോഷത്തോടെ അയ്യൂബ് നബി അലൈഹിസ്സലാം പറയുമ്പോ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്നത്തെ കുളി കഴിഞ്ഞ് നനവോടെ, ഹദീസിലെ പ്രയോഗം ഒഴിയാൻ എന്നാണ്, എന്ന് പറഞ്ഞാൽ നഗ്നനെന്നല്ല, നേരെ മറിച്ച് കുളി കഴിഞ്ഞ് ആ നനവോടെ മഹാനായ അയ്യൂബ് നബി പുറത്തേക്ക് വരുമ്പോ വാനലോകത്ത് നിന്ന് അത് അല്ലാഹു അയക്കുന്നത് ആരെയാണെന്നറിയുമോ? ജറാദും മിൻ ദഹബ്, സ്വർണ്ണത്താലുള്ള വെട്ടുകിളികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി അയ്യൂബ് നബിക്ക് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. ആ വെട്ടുകിളികൾ സ്വർണ്ണക്കട്ടികളായി വന്ന് അയ്യൂബ് നബിയുടെ ചുറ്റുമൊരു പേമാരി പോലെ പെയ്തിറങ്ങുമ്പോ ആ സ്വർണ്ണക്കട്ടികൾ വാരിയെടുക്കുന്നു അയ്യൂബ് അലൈഹിസ്സലാം. ആ സ്വർണ്ണക്കട്ടികൾ തന്റെ വസ്ത്രത്തിലേക്ക് എടുത്തെടുത്ത് പെറുക്കി വെക്കുമ്പോ ആ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു ചോദിക്കുകയാണ്, അലം അഗ്നൈതുക യാ അയ്യൂബ്, ഓ അയ്യൂബേ, നിന്നെ ഞാൻ മുതലാളിയാക്കിയില്ലടാ, ധന്യനാക്കിയില്ലടാ, നിന്റെ പഴയ ആ സമ്പന്നതയ്ക്കപ്പുറത്തേക്ക് അതിനേക്കാൾ ഉപരി സമ്പത്ത് തന്നില്ലയോ, എടുത്തതിനേക്കാൾ എത്രയോ ഇരട്ടി നിങ്ങൾക്ക് തന്നില്ലയോ എന്ന് മഹാനായ അയ്യൂബ് നബിയോട് ചോദിക്കുമ്പോ കൈ നിറയെ സ്വർണ്ണക്കട്ടികൾ വാരി വെച്ചുകൊണ്ട് അല്ലാഹുവിനോട് അയ്യൂബ് നബി പറഞ്ഞ വാചകം എന്താണെന്നറിയുമോ? യാ റബ്ബ് ലാ ഇലാഹ ഇല്ലാ അൻ ബറകതിക, അല്ലാഹുവേ
വാരിക്കൂട്ടിയ സമ്പത്തല്ല ബർക്കത്ത്, ഉള്ള ആരോഗ്യമല്ല ബർക്കത്ത്, നേരെ മറിച്ച് അത് പ്രത്യേകം നീ തരേണ്ടതാണ് അല്ലാ. സമ്പന്നത എന്ന് പറഞ്ഞാൽ വാരിക്കൂട്ടിയ പണമല്ല, ആരോഗ്യമല്ല, പ്രതാപമല്ല. റബ്ബേ, നീ പ്രത്യേകം തരുന്ന ബർക്കത്തുണ്ടല്ലോ, ആ ബർക്കത്താണ് ധന്യത. ആ ബർക്കത്ത് വേറെ ഒരു കേന്ദ്രത്തിൽ നിന്നും കിട്ടുന്നതല്ല. ചില മൂല്യന്മാര് മനസ്സിലാക്കിയതുപോലെ എവിടെ നിന്നെങ്കിലും ഒരു കല്ലിൽ നിന്നോ മരത്തിൽ നിന്നോ തുണിയിൽ നിന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നതല്ല. നേരെ മറിച്ചത് അഭൗതികമായി ലഭിക്കുന്നതാണ്. അൽ ബറക്കത്തു മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് പ്രത്യേകമായി റബ്ബ് തരുന്നതാണ്. മഹാനായ അയ്യൂബ് നബി ആ നേരത്തും പറയാണ്, അല്ലാ, സമ്പത്ത് തന്നതുകൊണ്ട് കാര്യമില്ല, ആരോഗ്യം തന്നതുകൊണ്ട് കാര്യമില്ല, നേരെ മറിച്ച് ഇതിലെല്ലാം ബറക്കത്ത് തരണേ അല്ലാ എന്ന് പടച്ചവനോട് പറഞ്ഞ ജീവിതത്തിന്റെ ഇല്ലായ്മകളിലും വല്ലായ്മകളിലും ആരോഗ്യത്തിലും രോഗത്തിലും സമ്പന്നതയിലും ദാരിദ്ര്യത്തിലും അല്ലാഹുവിനെ വിടാതെ, തൗഹീദ് വിടാതെ, ഈമാൻ വിടാതെ ജീവിച്ച മഹാനായ അയ്യൂബ് നബിയുടെ സരണിയുണ്ട്. അവിടേക്ക് വരൂ എന്നാണ് കോക്കസ് പറയുന്നത്, അവിടേക്ക് വരൂ എന്നാണ് KNM പറയുന്നത്. ആ വഴി വിട്ടുകൊണ്ട് കുഫ്രിന്റെ പാതാളത്തിലേക്ക് വീണു പോകരുത് എന്നാണ് കോക്കസ് പറയുന്നത്. KNM പറയുന്നത് പഠിച്ചു വെച്ചോ. അതുകൊണ്ട് ആ സരണി സ്വീകരിക്കണേ, ആ ഈമാനിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കണേ എന്ന് മാത്രം പറഞ്ഞു എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹുവേ, മഹത്തായ ഈ തൗഹീദിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഉന്നതമായ ആദർശം സ്വീകരിച്ചുകൊണ്ട് അതിനുവേണ്ടി വാദിച്ചുകൊണ്ട് അതിൽ ഉറച്ചു നിന്നുകൊണ്ട് അവസാനം വരെ ആ ഈമാൻ നിലനിർത്തിക്കൊണ്ട് ജീവിച്ചു ഭരിക്കാൻ എനിക്കും നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് തന്നനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബേ റഹ്മാനെ, ആ വഴിക്ക് ഞങ്ങൾ നീ നയിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങൾ റബ്ബേ, ഞങ്ങൾ ഈ പറയുന്നത് തീർച്ചയായും ഒരാളോടുമുള്ള പക കൊണ്ടല്ലല്ലോ അല്ലാഹ്. ഞങ്ങളുടെ ഖൽബ് നീ കാണുന്നുവല്ലോ അല്ലാ. വിഷയത്തിന്റെ ഗൗരവം മാത്രമാണ് ഞങ്ങളുടെ സംസാരത്തിന്റെ ഗൗരവമായി എടുത്തുയർത്തുന്നത് അല്ലാ. റബ്ബേ, ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ചവര്, അല്ലാഹുവേ, ഞങ്ങളോടൊപ്പം ജീവിച്ചവര്, അല്ലാഹുവേ, ഞങ്ങളോടൊപ്പം സഹകരിച്ചവര്, അല്ലാഹുവേ, ഞങ്ങളോടൊപ്പം ഒരുപാട് ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടിയ ആളുകള് റബ്ബേ, ഒരേ മനസ്സോടെ നിന്റെ തൗഹീദിലും നിന്റെ പ്രവാചകന്റെ സുന്നത്തിലും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് തരണേ അല്ലാ. റബ്ബേ, നിർബന്ധമായും നിന്നോട് ചോദിക്കാൻ നീ ആവശ്യപ്പെട്ട ഹിദായത്ത്, ആ ഹിദായത്തിൽ ഞങ്ങൾ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.